journey. ജീവനും മരണവും അനുഗ്രഹവും ശാപവും ദൈവം മനുഷ്യന്റെ മുമ്പിൽ തുറന്നു വെക്കുന്നു. Life and death, blessing and curse, God is opening before man. തെരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം ഓരോരുത്തർക്കുമുള്ളതാണ്. Each individual is given the freedom of choice. നമ്മുടെ കർത്താവ് യേശുക്രിസ്തു പറഞ്ഞു, ജീവനിലേക്കുള്ള വഴി വളരെ ഇടുക്കമുള്ളതും വിനാശത്തിലേക്കുള്ള വഴി വളരെ വിസ്തൃതവുമാണെന്ന് ഓർപ്പിക്കുകയുണ്ടായി. Lord Jesus Christ reminded that the way unto destruction that is very expansive and the way to life is too narrow. ആകയാൽ നമ്മൾ ഇടുക്ക് വഴികളിലൂടെ പോരാടി ജീവനിലേക്ക് പ്രവേശിക്കണം എന്നതിനെക്കുറിച്ചും നമ്മൾ കഴിഞ്ഞ രാത്രിയിൽ ചിന്തിച്ചു. Last night we also meditated that we should strive in the narrow path and finally access life. കഴിഞ്ഞ രാത്രിയിൽ അവസാനമായി നമ്മൾ ധ്യാനിച്ചത് അബ്രഹാം ബഥേലിൽ എത്തിച്ചേർന്നതിനെ കുറിച്ചാകുന്നു. We closed yesterday's sermon with the theme of Abraham reaching at Bethel. ബഥേൽ ദൈവത്തിന്റെ ഭവനം എന്നാകുന്നു അതിന്റെ അർത്ഥം. The meaning of Bethel is the house of God. ദൈവത്തിന്റെ ഭവനത്തിലെ സന്തോഷകരമായ അനുഭവങ്ങളെക്കുറിച്ച് കഴിഞ്ഞ രാത്രിയിൽ നമ്മൾ ചിന്തിക്കുകയുണ്ടായി. About the joyful occasions in the house of God we covered last night. ഇഫ്താഗ് തന്റെ കാര്യം മുഴുവനും ദൈവത്തോട് തുറന്നു പറഞ്ഞത് ദൈവത്തിന്റെ സന്നിധിയിൽ വെച്ചാകുന്നു. Iftah disclosed all of his matters in the presence of God. ഹന്ന തന്റെ ഹൃദയം പകർന്നത് ദൈവത്തിന്റെ സന്നിധിയിലായിരുന്നു. The heart of Hannah got shredded right in the presence of God. ദാവീദ് തന്റെ സങ്കടം ബോധിപ്പിച്ച് കരഞ്ഞത് ദൈവത്തിന്റെ സന്നിധിയിലായിരുന്നു. David cascaded his sorrows only in the presence of God. നമുക്ക് ഹൃദയം തകരുവാനും കരയുവാനും പ്രാർത്ഥിക്കുവാനും നമ്മുടെ അവസ്ഥകൾ തുറന്നു പറയുവാനുള്ള ഇടമാണ് ദൈവസന്നിധി എന്ന് നമ്മൾ ചിന്തിച്ചു. For us to rush with a broken heart, to pour our emotions, to flush out our sorrows and pray, that is the presence of God. അവിടെ നമുക്ക് ദൈവികമായ കൃപകളുണ്ട്, അന്യഭാഷയുണ്ട്, ആരാധനയുണ്ട്, ആത്മീയ ഗീതങ്ങളുണ്ട്, കൃപാവരങ്ങളുണ്ട്, വിടുതലുകളുണ്ട്, ആത്മീകമായ ചൈതന്യമുണ്ട് എന്നതിനെക്കുറിച്ച് നമ്മൾ ധ്യാനിച്ചിട്ടാണ് കഴിഞ്ഞ രാത്രിയിലെ ദൈവത്തിന്റെ ആലോചന അവസാനിപ്പിച്ചത്. Last night we put the curtains to the word of God, covering the themes that we've got thanksgiving there, praises there, gifts there, graces there, worship there, and all sort of the bevy of blessings in the presence of God. ബഥേലിൽ നിന്നും അബ്രഹാം കടന്നുപോയ അഞ്ചാമത്തെ ഇടത്തെക്കുറിച്ച് പ്രാരംഭമായി നമുക്ക് ചിന്തിക്കാം. Tonight, fundamentally, let's begin with the fifth place where Abraham reached after setting out of Bethel. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ, when we turn to the book of Genesis chapter 12 verse number 10, അവിടെ നമ്മൾ വായിക്കുന്നു, കനാൻ ദേശത്ത് ക്ഷാമമുണ്ടായി. ക്ഷാമം അതികഠിനമായി തീർന്നപ്പോൾ മിസ്രയീമിൽ ചെന്ന് പാർക്കുവാൻ അബ്രഹാം അവിടേക്ക് കടന്നുപോയി. There we read that there was a famine in the land of Canaan, and when the famine became grievous, Abraham went down to Egypt to sojourn there. ആ വാക്യം ഒന്ന് വായിച്ചാൽ. Let's go through that verse. ദേശത്തെ ക്ഷാമമുണ്ടായി. ദേശത്തെ ക്ഷാമം കഠിനമായി തീർന്നതുകൊണ്ട് അബ്രഹാം മിസ്രയീമിൽ ചെന്ന് പാർപ്പാൻ അവിടേക്ക് പോയി. അബ്രഹാമിന്റെ ജീവിതയാത്രയിൽ അബ്രഹാമിന് സംഭവിക്കുന്ന ഒരു വലിയ പരാജയമാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. Here we come across a mega failure that Abraham is facing in his journey of life. അബ്രഹാം മിസ്രയീമിൽ ചെന്ന് പാർക്കുവാൻ അവിടേക്ക് കടന്നുപോയി. Abraham is going down to Egypt to reside there. എന്തുകൊണ്ടാണ് അബ്രഹാം മിസ്രയീമിലേക്ക് പുറപ്പെടുവാൻ ഇടയായി തീർന്ന സാഹചര്യം എന്നവിടെ വായിക്കുമ്പോൾ, when we go through the context that prompted him to go to Egypt, അത് കഠിനമായ ക്ഷാമമാണെന്ന് കാണുവാൻ സാധിക്കുന്നു. Grievous famine took hold of the land. ഈ ക്ഷാമത്തിന്റെ മധ്യേ അവൻ മിസ്രയീമിലേക്ക് ഇറങ്ങിപ്പോയി. In the midst of this famine he went down to Egypt. എന്താണ് മിസ്രയീമിലേക്ക് ഇറങ്ങിപ്പോകുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? What do you mean by stepping down to Egypt? ഒരു കാലത്ത് അബ്രഹാം കൽദേ പട്ടണമായ ഊര് വിട്ടാണ് കടന്നു വന്നത്. In the time past, Abraham set out from the land of Chaldees in Ur. അത് വിഗ്രഹാരാധികളുടെയും ദുർമന്ത്രവാദികളുടെയും പ്രകൃതി ആരാധനക്കാരുടെയും കേന്ദ്രമായിരുന്നു. That was the epicenter of idolaters, supernatural forces, and the worshippers of idols. അത് വിട്ട് സത്യദൈവത്തെ അന്വേഷിച്ചിറങ്ങി പുറപ്പെട്ടതായ അബ്രഹാം, fleeing from that place, Abraham, who had a quest for the true God, മിസ്രയീമിലേക്ക് പോകുക എന്ന് പറയുമ്പോൾ
him turning to Egypt once again. മിസ്രയീം വിഗ്രഹാരാധനയുടെ കേന്ദ്രമായിരുന്നു. Egypt was the center of idolatry. സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും മൃഗങ്ങളെയും സർപ്പങ്ങളെയും അവർ ആരാധിച്ചു വന്നു. Sun, moon, the constellation, serpents and bees, they bowed and worshipped. ഏത് അവസ്ഥയിൽ നിന്നാണോ അബ്രഹാം ഇറങ്ങിപ്പുറപ്പെട്ടത്, ഒരു പ്രത്യേക സാഹചര്യത്തിൽ അതേ അവസ്ഥയിലേക്ക് അവൻ തിരിച്ചു പോകുന്ന കാഴ്ചയാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. Strikingly and unfortunately, from the very context in which Abraham came out, he returns to that desperate point. ഇവിടെ അബ്രഹാമിന്റെ ജീവിതത്തിൽ നേരിട്ട ക്ഷാമം എന്ന് പറയുമ്പോൾ, here the famine that knocked the life of Abraham is, ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് നേരിടാവുന്നതായ കഠിനമായ പരിശോധനകളെ വെളിപ്പെടുത്തി കാണിക്കുകയാണ്. Those reveals the hard trials that might beset in our Christian life. ക്രിസ്തീയ ജീവിതത്തിൽ ദൈവം ചില പരീക്ഷകളിലൂടെയും പരിശോധനകളിലൂടെയും കടന്നു പോകുവാൻ നമ്മെ അനുവദിക്കും. In our Christian life, God might grant the permission to take us through a fleet of trials and temptations. എന്തിനു വേണ്ടിയാണ് കർത്താവ് നമ്മെ ആ കഷ്ടങ്ങളിലൂടെ പരിശോധനകളിലൂടെ കടന്നു പോകുവാൻ അനുവദിക്കുന്നത് എന്ന് ചോദിച്ചാൽ, if you ask why is God allowing us to go through those trials and temptations, ആവർത്തന പുസ്തകം 8-ാം അധ്യായം 2-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, in book of Deuteronomy chapter 8 the 2nd verse, നിന്റെ ദൈവമായ യഹോവ നിന്നെ താഴ്ത്തി പരീക്ഷിച്ച് നിന്റെ ഹൃദയത്തിലിരിക്കുന്നത് അറിയുവാൻ വേണ്ടിയാകുന്നു. The Lord thy God humbled you, tested you to discover what is hidden in your heart. ഒരു പ്രതിസന്ധി നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ദൈവത്തിന്റെ കൽപ്പനകൾ പ്രമാണിക്കുമോ ഇല്ലയോ എന്ന് നിന്നെ പരീക്ഷിച്ചറിയുവാൻ വേണ്ടിയാണ് ദൈവം ചില ശോധനകൾ നിന്റെ ജീവിതത്തിൽ തരുന്നത്. When an adversity is arising in your life, will you clear the test? Will you trounce over it to find the inference God allows it? അതുകൊണ്ട് ക്രിസ്ത്യ ജീവിതത്തിൽ പരീക്ഷകൾക്ക്, പരിശോധനകൾക്ക് വലിയ സ്ഥാനവും പദവിയും ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. Therefore, trials and temptations hold a prominent position in our Christian lives. Please do not forget the same. അതുകൊണ്ടാണ് പത്രോസിന്റെ 1-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. That is why in 1 Peter chapter 1 the 7th verse, this is what we go through. അടിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. You should know that the trial of your faith is much more precious than of gold that perisheth, though it be tried with fire. ഈ വിശ്വാസത്തിന്റെ പരീക്ഷകളെ നമ്മൾ ജയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അത് തേജസ്സിനും മാനത്തിനും കാരണമായി തീരും. If we outdo the phases of trials, then at the appearance of Lord Jesus Christ, that would pave the way to glory, honor and praise. അതുകൊണ്ടാണ് ഇതിന്റെ 6-ാം വാക്യത്തിൽ വിശുദ്ധ പത്രോസോട് ഓർപ്പിക്കുന്നത്. That is why in verse number 6 Saint Peter reminds, ഇപ്പോൾ നിങ്ങൾ അല്പനേരത്തേക്ക് നേരിടുന്നതായ നാനാ പരീക്ഷകളിൽ ദുഃഖിച്ചിരിക്കേണ്ട വന്നാലും നിങ്ങൾ ആനന്ദിക്കണം. Even though you are now in heaviness through manifold temptations, ye greatly rejoice. കാരണം സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ക്ഷയം, മാലിന്യം, വാട്ടമില്ലാത്ത അവകാശത്തിന് വേണ്ടിയാണ് കർത്താവ് നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നത്. Because our God has made us to be born again for an inheritance that is unfading, undefiled and is not corrupted, preserved in heaven. അതുകൊണ്ട് ആ മഹത്വകരമായ ആ പ്രതിഫലം നമുക്ക് പ്രാപിക്കുവാൻ കഴിയണമെങ്കിൽ, അവകാശത്തിൽ എത്തിച്ചേരുവാൻ കഴിയണമെന്നുണ്ടെങ്കിൽ പരീക്ഷകളെ, പ്രതിസന്ധികളെ തരണം ചെയ്തെങ്കിൽ മാത്രമേ നമ്മെ കൊണ്ട് സാധിക്കുകയുള്ളൂ. Therefore, for us to reach that glorious inheritance, for us to receive that great reward, we cannot but triumph over the trials and temptations. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 12-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, when we turn to James chapter 1 verse number 12, അവിടെ വിശുദ്ധ യാക്കോബ് ഇപ്രകാരം പറയുകയാണ്, that Saint James is saying so, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. Blessed is the man that endures the trials. അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം നൽകിയ ജീവകിരീടം അവന് കൊടുക്കും. When he is tried, he shall receive the crown of life which the Lord has promised to them that love him. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, when we turn to book of Revelation chapter 2 verse number 10, സ്മുർന്നയിലെ സഭയോടും കർത്താവ് ഇത് തന്നെ പറയുന്നത് കാണുവാൻ സാധിക്കും. the same thing the Lord is reiterating to the church in Smyrna. നീ സഹിക്കുവാനുള്ളത് പേടിക്കണ്ട,
You don't be fearful of what you would endure. ഒരു 10 ദിവസത്തെ ഉപദ്രവം നിനക്കുണ്ടാകും. Ye shall have tribulation for 10 days. മരണപര്യന്തം നീ വിശ്വസ്തനായി ജീവിക്കുക. You be faithful unto death. കർത്താവ് ജീവകിരീടം നിനക്ക് തരും. And the Lord shall give you the crown of life. അതുകൊണ്ട് പ്രിയ സഹോദരി സഹോദരന്മാരെ, ക്രിസ്ത്യ ജീവിതത്തിൽ പരീക്ഷകൾക്ക് വളരെ പ്രാധാന്യമുണ്ടെന്ന് മറന്നു പോകരുത്. Therefore, dear brothers and sisters, there is great significance for trials and temptations in the Christian sphere. നമ്മുടെ കർത്താവ് നമ്മെ പരീക്ഷിക്കുക മാത്രമല്ല, നമ്മുടെ പരീക്ഷകളോടുകൂടെ പോക്കുവഴിയും തരുന്നവനാണ്. Lord Jesus Christ doesn't just try us with our temptations, he creates a way of escape. സഹിക്കുവാൻ കഴിയുന്നതിന് മീതെ പരീക്ഷ ഒരിക്കലും കർത്താവ് നമുക്ക് തരികയില്ല. The Lord will never give us trials that is beyond us, that is too much for us to bear. നമ്മെ ഓരോരുത്തരെയും കുറിച്ച് ദൈവത്തിന് വ്യക്തമായ അറിവുണ്ട്. God is well aware of each of us who we are. ഒരിക്കൽ പിശാച് ദൈവത്തിന്റെ അടുക്കൽ കടന്നു വന്നു. Once the devil came before the Lord, യോബിന്റെ ദൈവഭക്തിയെ പരീക്ഷിക്കുവാൻ അനുവാദം ചോദിച്ചു. he sought permission to test the godliness of Job. ദൈവം അവനോട് പറഞ്ഞു, നീ പരീക്ഷിച്ചുകൊള്ളുക, അവന്റെ പ്രാണനെ മാത്രം തുടരുത്. God said, fine, go ahead, but please don't touch his soul. കഠിനമായ പരീക്ഷകളുടെ മധ്യേ ഭക്തനായ യോബ് പറയുന്നു, അവൻ എന്നെ ഒത്ത ത്രാസിൽ തൂക്കി നോക്കട്ടെ, ഞാൻ പൊന്നുപോലെ പുറത്തു വരും. In the midst of the daunting temptations, now Job is saying with confidence, let me be tried in the balances, I will come forth as gold. കഠിനമായ പരിശോധനകളുടെ മധ്യത്തില് ഭക്തനായ യോബ് പറയാണ്, അവൻ എന്നെ കൊന്നാലും ഞാൻ അവന് വേണ്ടി തന്നെ കാത്തിരിക്കും. In the midst of trivial and severe trials, he is saying, even though he kills me, yet will I tarry for him. യോബിനെ കുറിച്ച് ഈ ഒരു അറിവ് ദൈവത്തിനുണ്ടായിരുന്നത് കൊണ്ടാണ് യോബിനെ പരീക്ഷിക്കുവാൻ സാത്താനെ ദൈവം അനുവദിച്ചത്. Since God had a textbook knowledge about Job, he permitted Satan to try Job. എന്നാൽ ഒരിക്കൽ വിശുദ്ധ പത്രോസിനോട് നമ്മുടെ കർത്താവ് യേശുക്രിസ്തു പറയുന്നതായ ഒരു വാക്കുണ്ട്. However, once unto Saint Peter the Lord says, ശിമോനെ ശിമോനെ, സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റുവാൻ എന്നോട് അനുവാദം ചോദിച്ചു. Simon, Simon, the devil sought the permission to toss you like the chaff or the wheat. പക്ഷെ ഞാൻ നിന്റെ വിശ്വാസം പോയി പോകുമോ എന്ന് കരുതി അനുവദിച്ചില്ല. I was scared whether you will lose your faith, so I didn't give the permission. പത്രോസിന്റെ വിശ്വാസത്തിന്റെ ധീരതയെക്കുറിച്ച് കർത്താവിന് ഉറപ്പുണ്ടായിരുന്നില്ല. About the capacity of the faith that Peter held, Jesus was unsure. അതുകൊണ്ട് ആ പരീക്ഷയ്ക്ക് പത്രോസിനെ ഏൽപ്പിച്ചു കൊടുത്തില്ല എന്നാണ് ഇവിടെ കർത്താവ് പറയുന്നത്. Therefore, the Lord did not yield Peter for that trial. അതുകൊണ്ട് ക്രിസ്ത്യ ജീവിതത്തിൽ നമുക്ക് പരിശോധനകൾ ആവശ്യമാണ്. Therefore, in a Christian life, we are in need of trials. പക്ഷെ നമ്മൾ ഒരിക്കലും ഈജിപ്തിലേക്ക് മിസ്രൈമിലേക്ക് പോകുന്നവരായി തീരരുത്. But never should be turned back to Egypt. എന്തുകൊണ്ടാണ് അബ്രഹാം ഈജിപ്തിലേക്ക് അഥവാ മിസ്രൈമിലേക്ക് പോകുവാൻ ഇടയായി തീർന്നത്? Why did Abraham run back to Egypt? ഞാൻ പലപ്പോഴും അതിനെക്കുറിച്ച് ചിന്തിക്കാറുണ്ട്. I often ruminate about it. ഇത്ര ഉന്നതമായ ദർശനം കിട്ടി ഇറങ്ങി പുറപ്പെട്ടു വന്ന അബ്രഹാം എന്തുകൊണ്ടാണ് ഒരു പരിശോധനയിൽ ഒരു ക്ഷാമത്തിൽ തിരിഞ്ഞ് മിസ്രൈമിലേക്ക് പോകുവാൻ കാരണമായി തീർന്നത്? A godly man Abraham, after receiving so much visions, so much revelation and the visitation of God, in the midst of a trial, why did he turn back to Egypt? എനിക്ക് ദൈവം വെളിപ്പെടുത്തി തന്നതായ ഒരു സത്യമുണ്ട്. And the truth that God revealed to me was, ദൈവം അബ്രഹാമിനോട് പുറപ്പെടുമ്പോൾ ഒരു വാക്ക് പറഞ്ഞിരുന്നു. when Abraham was setting out, the Lord told him a word. നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പുറപ്പെട്ടു പോകാം. Leave your country, your kindred, your land, and go to the land that I will show you. ഈ വാക്ക് 2 പ്രാവശ്യം ദൈവം അബ്രഹാമിനോട് സംസാരിച്ചു. Twice the Lord reiterated these two statements. അബ്രഹാം സ്വദേശത്തെ വിട്ടു, പിതൃഭവനത്തെ വിട്ടിരുന്നു. He left his country, he left his homeland, പക്ഷെ അവന്റെ ചാർച്ചക്കാരനെ അവൻ വിട്ടിരുന്നില്ല. but he didn't leave his kindred. അബ്രഹാമിന്റെ സഹോദരപുത്രനായ ലോത്തിനെ അവന്റെ യാത്രയിൽ അവൻ കൂടെ കൂട്ടി. The brother's son Lot was taken with him in the journey. ലോത്തിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ, When we learn about Lot, ലോത്ത് നീതിമാനായിരുന്നെങ്കിലും ജഡീകനായിരുന്നു. though Lot was a righteous man, he was having a fleshy nature. അവൻ നീരോട്ടമുള്ള ദേശങ്ങൾ തെരഞ്ഞെടുത്ത് അതിലൂടെ യാത്ര ചെയ്തുകൊണ്ടാണ് പഠിക്കുന്നത്. He sought land of running waters or spring, and he was prepared to dwell there. ആ ദേശത്തെ പട്ടണങ്ങളിൽ പാർത്ത് കൂടാരം നീക്കി അവൻ സോദോമിൽ എത്തിച്ചേർന്നുവെന്ന് വായിക്കുന്നു. He dwelt in those lands, pitched the tents, the camps, and he dwelt there. ലൗകിക ജീവിതത്തിന്റെ സുഖങ്ങളെ മാത്രം ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ലോത്ത്. Lot was a man who coveted just after the fleeting pleasures of the world. ഒരുപക്ഷെ ഈ ലോത്തായിരിക്കും അബ്രഹാമിനെയും മിസ്രൈമിലേക്ക് പോകുവാൻ പ്രേരിപ്പിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാം.
perhaps Lot might have encouraged Abraham to visit Egypt. അങ്ങനെ ന്യായമായി മനസ്സിലാക്കുവാൻ വ്യക്തമായ ഒരു കാരണമുണ്ട്. There is a sound reason behind us to think so. അബ്രഹാം മിസ്രയീമിൽ നിന്ന് തിരിച്ച് ബേഥേലിലേക്ക് വന്നതിന് ശേഷം Once Abraham is reaching back Bethel out of Egypt, ആദ്യമായി ചെയ്യുന്നത് ലോത്തിനെ തന്നിൽ നിന്ന് അകറ്റുകയാണ്. first of all, he is distancing Lot from him. നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട്, If you go to the left, I take the right. നീ കിഴക്കോട്ടെങ്കിൽ ഞാൻ പടിഞ്ഞാറോട്ട്, If you go to the east, I go to the west. നിനക്ക് ഇഷ്ടമുള്ള ദേശം തെരഞ്ഞെടുത്ത് നീ പുറപ്പെട്ടുകൊള്ളുക എന്ന് പറയുകയാണ്. Choose the land after your wish and you set apart. ലോത്തിനെ അബ്രഹാം ഉപേക്ഷിക്കുന്നത് കാണുവാൻ സാധിക്കുന്നു. Abraham is abandoning Lot. ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു വലിയ യാഥാർത്ഥ്യമുണ്ട്. There is a huge reality we should comprehend in the Christian journey. നിത്യതയെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുന്ന ഒരു ദൈവത്തിന്റെ പൈതൽ, A child of God puts his mark in eternity and continues his journey. അവന്റെ ജീവിതത്തിൽ വിട്ടുകളയേണ്ടതിനെ പൂർണ്ണമായിട്ടും വിട്ടുകളഞ്ഞിരിക്കണം. What he should leave behind, he should absolutely discard it. ഇല്ലെങ്കിൽ പരീക്ഷകളിൽ നിങ്ങൾക്ക് നിൽക്കുവാൻ സാധിക്കത്തില്ല, നിങ്ങൾ പിന്മാറി പോകുവാനിടയായി തീരും. If not, you cannot abide or endure in the midst of the trials. You will retrogress. തിരുവെഴുത്തിൽ ഒരു ദൈവപൈതൽ വിട്ടുകളയേണ്ട അനേക വിഷയങ്ങളെ കുറിച്ച് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. In the word of God, we come across a collection of things that a child of God should throw away. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, Turn to Hebrews chapter 12, the first verse. അവിടെ മുറുകെ പറ്റുന്ന പാപങ്ങളെ കുറിച്ച് നമ്മൾ കാണുകയാണ്. We are introduced to the sins that beset us. എന്താണ് മുറുകെ പറ്റുന്ന പാപങ്ങൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? What do you mean by the sins that entangle us? ചിലർ മാനസാന്തരപ്പെട്ടു എന്ന് പറഞ്ഞെങ്കിൽ തന്നെയും, Even though some claim that they have repented, ഒരു മരത്തിൽ എത്തിൽ എത്രമാത്രമാണോ പറ്റിപ്പിടിച്ചിരിക്കുന്നത് അതുപോലെ അവിടെ ജീവിതത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നതായ ചില പാപപ്രകൃതങ്ങൾ കാണുവാൻ സാധിക്കും. how the strange thing is caught tied to a tree, so are the sins besetting their lives. പലപ്പോഴും പല പാപങ്ങൾക്ക് അടിമപ്പെട്ടവരോട് ഞങ്ങൾ സംസാരിക്കുമ്പോൾ അവർ ഞങ്ങളോട് ഇപ്രകാരം പറയാറുണ്ട്. Many a times when we have conversation with the people who are sinners and doing sinful things, they say so. എനിക്ക് അതിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എന്നെ കൊണ്ട് സാധിക്കുന്നില്ല. I crave to be rescued out of it, but alas, I am failing. ഇപ്രകാരം ജീവിതത്തിൽ നിങ്ങളെ കീഴ്പ്പെടുത്തുന്ന മുറുകെ പറ്റുന്ന ഏതെങ്കിലും പാപപ്രകൃതങ്ങൾക്ക് നിങ്ങൾ അടിമകളായിരിക്കണമെങ്കിൽ, Likewise, if you are servant or a slave to a single trait of sin that is subduing you, ക്രിസ്തീയ ജീവിതത്തിൽ അത് നിങ്ങളെ പരാജയത്തിലേക്ക് കൊണ്ടുചെന്നെത്തിക്കും. that will drag you to failure in the Christian life. രാത്രി ഈ ദൈവത്തിന്റെ ആലോചന കേൾക്കുമ്പോൾ, Tonight, while you hearken to the counsel of God, നിങ്ങൾക്ക് ജയമെടുക്കുവാൻ കഴിയാതെ നിങ്ങളുടെ ജീവിതത്തിൽ മുറുകെ പറ്റുന്ന ഏതെങ്കിലും ഒരു പാപത്തിൽ നിങ്ങൾ അടിമയാണോ എന്ന് നിങ്ങളെ തന്നെ ആത്മപരിശോധന നടത്തി നോക്കേണ്ടിയിരിക്കുന്നു. scan and review your own souls. Are you enslaved to any sinful trait that is besetting you? ഈ തിരുവെഴുത്തിന് മുമ്പിൽ ആ ലോത്തിനെ നിങ്ങളുടെ ജീവിതത്തിൽ നീക്കിക്കളയുക. Based on the word of God, remove the lot from your life. 1 തിമോഥെയോസ് 6-ാം അധ്യായം 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, Turn to 1 Timothy chapter 6, the 10th verse. അവിടെ വിശുദ്ധ പൗലോസ് നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. There Saint Paul is reminding us, നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ, you the men of God, നീ ദ്രവ്യാഗ്രഹത്തെ വിട്ട് ഓടുവാൻ പറഞ്ഞിരിക്കുന്നു. flee away from covetousness. ക്രിസ്തീയ ജീവിതം ചെയ്യുന്ന ഒരു ദൈവ പൈതൽ A child of God who does the Christian life, ഒരിക്കലും പണത്തിന് അടിമയായി തീരരുത്. never he should be a slave to the love of money. തിരുവെഴുത്ത് പ്രകാരം വിളിച്ചു പറയുന്നു, The word of God here also, ദൈവത്തെയും മമ്മോനെയും സേവിക്കുവാൻ നമുക്ക് ഒരിക്കലും സാധിക്കത്തില്ല. we can never love and serve God and mammon together. ആകയാൽ ദ്രവ്യാഗ്രഹികളായി നിങ്ങൾ ഒരിക്കലും മാറരുത്. Therefore, never become covetous ones. പണത്തിന്റെ പിന്നാലെ ഓടുന്നവർക്ക് ഒരിക്കലും ഒരു ജയജീവിതം ചെയ്യുവാൻ സാധിക്കത്തില്ല. Those who chase money will ever fail to do an overcoming life. 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, Turn to 1 Corinthians chapter 10, verse number 14. നമ്മൾ വിട്ടോടേണ്ട മറ്റൊരു വിഷയത്തെ നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. We meet another sin that we should flee away from. അത് വിഗ്രഹാരാധന വിട്ടോടുവീൻ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. The text is flee from idolatry. എന്താണ് വിഗ്രഹാരാധന എന്ന് പറയുമ്പോൾ അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? What do you mean by idolatry? നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തെക്കാൾ ഉപരി ഏതിനാണോ നിങ്ങൾ സ്ഥാനം കൊടുത്തിരിക്കുന്നത് അതൊക്കെയും നിങ്ങളുടെ ജീവിതത്തിൽ വിഗ്രഹങ്ങളാകുന്നു. Which is given more priority or position
possession in your life more than God, those are idols in your life. നിങ്ങൾ ദൈവത്തെക്കാൾ നിങ്ങളുടെ മാതാപിതാക്കളെ സ്നേഹിക്കുന്നുവെങ്കിൽ അവർ വിഗ്രഹങ്ങളാകുന്നു. Do you love your parents more than God? No. If so, they are idols. നിങ്ങൾ ദൈവത്തെക്കാൾ നിങ്ങളുടെ ഭർത്താവിനെയോ ഭാര്യയോ സ്നേഹിക്കുന്നുവെങ്കിൽ അവർ ദൈവത്തിന്റെ മുമ്പാകെ വിഗ്രഹങ്ങളാകുന്നു. Are you so fond of your husband and wife even more than God? Know that they are idols before God. ഇതൊരു അധ്യാപക യുവജന ക്യാമ്പ് കൂടെയാണല്ലോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. A teachers students camp is going on here. ഈ തലമുറയിൽപ്പെട്ട കുഞ്ഞുങ്ങളോട് സ്നേഹത്തോടെ ഞങ്ങൾ പറയട്ടെ, With love, let me advise the students here. നിങ്ങൾ ദൈവത്തെക്കാൾ ഉപരി നിങ്ങളുടെ മൊബൈൽ ഫോണിനെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ ദൈവമുമ്പാകെ ഒരു വിഗ്രഹമായി കാണപ്പെടുവാനിടയായി തീരും. If you love your mobile phones more than God, the mobile phone that you hold in your hand, that is just an idol. നിശ്ചയമായിട്ടും നിങ്ങളുടെ ക്രിസ്ത്യ ജീവിതത്തിൽ നിങ്ങളെ അത് പരാജയപ്പെടുത്തും. Surely in your Christian life it shall defeat you. 2 തിമോഥെയോസ് 2-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, In 2 Timothy chapter 2 the 22nd verse, അവിടെ വിശുദ്ധ പൗലോസ് പറയുന്നത്, there Saint Paul is saying, യൗവന മോഹങ്ങളെ വിട്ട് ഓടുവാൻ പറഞ്ഞിരിക്കുകയാണ്. flee also youthful lust, he says. ആകയാൽ യൗവനക്കാരായ സഹോദരീ സഹോദരന്മാരെ, Therefore my dear young brothers and sisters, യൗവനം എന്ന് പറയുന്നത് ജീവിതത്തിന്റെ ചില ഒരു താൽക്കാലികമായ ഒരു കാലയളവിൽ മാത്രമുള്ളതായ ജീവിതമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. your prime of the days are a fleeting transitory phase of your life. ഈ കാലയളവിൽ ശരിയായ രീതിയിൽ ചിന്തിക്കുവാനുള്ളതായ അറിവോ അനുഭവ സമ്പത്തോ നിങ്ങൾക്കുണ്ടായിരിക്കത്തില്ല. You lack the maturity, the experience and the wisdom to think in the right way. അതുകൊണ്ടാണ് തിരുവെടുത്ത് പറഞ്ഞത്, നിന്റെ യൗവനത്തിൽ നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളണം. Therefore the word of God is reminding you, think about your creator in the days of your youth. യൗവനകാലത്ത് പലവിധമായ മോഹങ്ങൾ ഹൃദയത്തിൽ അങ്കുരിക്കുവാൻ സാധ്യതയുണ്ട്. Certain lusts and affections might be sprouting in your hearts in your young age. അതൊരു പക്ഷെ തെറ്റായ ബന്ധങ്ങളായിരിക്കാം, That might be erring relationships. അല്ലെങ്കിൽ സാമൂഹിക മാധ്യമങ്ങളിലൂടെയുള്ള നിങ്ങളുടെ ഇടപെടലുകളായിരിക്കാം, Maybe your dealings in social media. അല്ലെങ്കിൽ ഈ ലോകത്തിന്റെ കാലഗതിക്ക് അനുസരിച്ച് വസ്ത്രധാരണം ചെയ്യണമെന്നുള്ള നിങ്ങളുടെ ആഗ്രഹങ്ങളായിരിക്കാം. Perhaps you wish to fashion yourself according to the codes of this world. ലോകത്തിൽ ജീവിക്കുന്ന നിങ്ങളുടെ സ്നേഹിതരെ പോലെ കൂട്ടുകാരെ പോലെ ജീവിക്കണമെന്നുള്ള നിങ്ങളുടെ താല്പര്യങ്ങളായിരുന്നിരിക്കാം. Your desire to adapt the lifestyle of your worldly friends. ഈ യൗവന മോഹങ്ങളെ ഒക്കെയും നിങ്ങൾ കീഴ്പ്പെടുത്തുന്നവരായിരിക്കണം. But you should subdue all this youthful lust. യൗവനത്തിന്റെ മോഹങ്ങൾക്ക് അടിമപ്പെട്ട് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയാൽ, If you're enslaved to the youthful lust and if you pull forward in a life, ഖനാനിലേക്കുള്ള യാത്രയിൽ നിങ്ങളെ പിൻഗമിക്കുന്ന ലോത്തായിരിക്കും അത് എന്ന് നിങ്ങൾ മറന്നു പോകരുത്. never forget that in your voyage to Canaan, it's Lot who accompanies you. 1 കൊരിന്ത്യർ 6-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, In 1 Corinthians chapter 6 the 18th verse, അവിടെ വിശുദ്ധ പൗലോസ് നമ്മെ ഓർപ്പിക്കുന്നത്, that Saint Paul is reminding us, ആകയാൽ സഹോദരന്മാരെ ദുർനടപ്പ് വിട്ട് നിങ്ങൾ ഓടുവീൻ എന്ന് പറഞ്ഞിരിക്കുന്നു. therefore brothers flee fornication. നമ്മുടെ ധാർമ്മിക ജീവിതത്തിൽ വ്യക്തമായ മൂല്യമുണ്ടായിരിക്കണം. There should be clear value for our moral lives. ഇന്നത്തെ തലമുറ തെറ്റായ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. Today we behold a picture of the young generation trekking the wrong track. തിരുവെടുത്ത് പറഞ്ഞ നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനത്തിലും വിവേകത്തിലും വർദ്ധിക്കണം. The word of God says that your love should increase in wisdom and understanding and discernment. ദൈവിക പരിജ്ഞാനത്തിലും ദൈവിക വിവേകത്തിലും അല്ലാത്ത ഒരു സ്നേഹബന്ധങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ തുടരുവാൻ നിങ്ങൾ അനുവദിക്കരുത്. Do not allow any love relationships that are not rooted in the divine wisdom or the understanding of God to continue in your life. നിങ്ങളുടെ നിത്യതയെ നഷ്ടപ്പെടുത്തുന്ന ഒരു ബന്ധത്തിലും നിങ്ങൾ അകപ്പെട്ടു പോകരുത്. Don't be trapped in any relationships that is taking away your eternity. ആകയാൽ ദുർനടപ്പ് വിട്ട് നിങ്ങൾ ഓടണം എന്നാണ് തിരുവെടുത്ത് പറഞ്ഞിരിക്കുന്നത്. Therefore the word of God says, run away from fornication. ഇബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, In Hebrews chapter 11 verse 15, അവിടെ വിശുദ്ധ പൗലോസ് പറയുകയാണ്, Saint Paul is saying so. അവർ വിട്ടുപോകുന്നതിനെ ഓർത്തുവെങ്കിൽ മടങ്ങിപ്പോകുവാൻ ഇടവരുമായിരുന്നു എന്ന് പറയുന്നു. Had they thought about what they left, they would have visited it back again. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന അർത്ഥം എന്ന് പറയുന്നത്? What's the meaning of these words? ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ നിന്ന് യാത്ര പുറപ്പെട്ടു. The children of Israel set out of Egypt. പക്ഷെ അവരെല്ലാവർക്കും കനാൻ നാട്ടിൽ എത്തിച്ചേരുവാൻ സാധിച്ചില്ല. But all of them failed to enter the portals of Canaan. എന്തുകൊണ്ടാണ് വാഗ്ദത്ത ദേശത്ത് അവർക്ക് കാലുകളൊന്നുവാൻ കഴിയാതെ പോയത്? Why were they not able to stand their feet in the soil of Canaan? അവർ ശരീരം കൊണ്ട് അവർ മിസ്രയീം വിട്ടുവെങ്കിലും Physically, though they left Egypt, അവരുടെ മനസ്സപ്പോഴും മിസ്രയീമിൽ തന്നെയായിരുന്നു. their mind was still lingering around in Egypt. കനാനിലേക്ക് അവിടെ കാലുകടികൾ വെച്ച് മുന്നോട്ട് പോകുമ്പോഴും
as they were marching ahead their steps to the land of Canaan, അവരുടെ മനസ്സ് മിസ്രയീമിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. their mind is stranded in Egypt. അതുകൊണ്ട് മരുഭൂമി യാത്രയിൽ എന്തെങ്കിലും ഒരു പ്രതികൂലമുണ്ടായാൽ, Therefore, if any challenge arises in the journey of the wilderness, പെട്ടെന്ന് അവർ പറയും, നമുക്ക് മിസ്രയീമിലേക്ക് തിരിച്ചു പോകാം. abruptly the words that escape out of their mouth is, let's go back to അവർ Egypt. പറഞ്ഞു, മിസ്രയീമിൽ വെച്ച് ഞങ്ങൾ വില കൂടാതെ തിന്നിട്ടുള്ള അവർ ഭക്ഷണങ്ങളെ കുറിച്ച് ഓർത്ത് പറയുകയാണ്. Reminiscing those wonderful food items that they dined in Egypt, they utter, മിസ്രയീമിൽ വെച്ച് ഞങ്ങൾ ഇറച്ചിക്കലങ്ങളുടെ അരിക്കലായിരുന്നു ഇരുന്നത്. we were near the pot of meat in Egypt. വരുവീൻ, നമുക്ക് ഒരു നേതാവിനെ തെരഞ്ഞെടുത്ത് മിസ്രയീമിലേക്ക് മടങ്ങിപ്പോകാം. ഈ മരുഭൂമിയിൽ കിടന്ന് എന്തിന് നമ്മൾ മരിക്കുന്നു? Come, let's choose a leader. Visit the shores of Egypt once again. Why should we perish in the wilderness? ഇവർക്ക് ആർക്കും വാഗ്ദത്ത നാട്ടിൽ എത്തിച്ചേരുവാൻ സാധിച്ചില്ല. None of those people stepped within the land of Canaan. എന്താണ് അവിടെ ജീവിതത്തിൽ സംഭവിച്ച പരാജയമെന്നറിയാമോ? You know the defeat that encountered in their life? ആ കനാൻ നാട്ടിലേക്കാണ് അവിടെ കാലടികൾ വെക്കുന്നതെങ്കിലും Even though they kept their footsteps onto the land of Canaan, മിസ്രയീം അവിടെ ജീവിതത്തിൽ നിന്ന് വിട്ടുപോയിട്ടില്ലായിരുന്നു. Egypt never left their lives. അതുകൊണ്ട് ചെറിയ പ്രതികൂലം ഉണ്ടാകുമ്പോൾ അവർ വിട്ടുപോകുന്ന മിസ്രയീമിനെ ഓർക്കുമായിരുന്നു. Therefore, when a minor storm blew, they were thinking about the Egypt that they left. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, Therefore, dear brothers and sisters, കർത്താവ് നമ്മളെ വിളിച്ചു, God called us. ഈ അതിശ്രേഷ്ഠമായ മാർഗത്തിലേക്ക് നമ്മെ കൊണ്ടുവന്നു. He brought us to the most glorious way. ക്രിസ്തുവിലൂടെയുള്ള രക്ഷ നമുക്ക് സൗജന്യമായി തന്നു. Freely He gave us the salvation in Christ. ക്രിസ്തുവിനോട് ചേരുവാൻ നമ്മൾ വിശ്വാസ സ്നാനം സ്വീകരിച്ചു. We took faith water baptism to join Christ. പരിശുദ്ധാത്മാവിന്റെ നൽവരവും നമ്മൾ പ്രാപിച്ചു. We got the good gift of the Holy Spirit. നമ്മൾ കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നവരാണ്. And we are the ones who wait for the coming of the Lord. വീണ്ടും നമ്മൾ ആ പഴയ ജീവിതത്തെ കുറിച്ച് ചിന്തിക്കുകയും അതിൽ സന്തോഷിക്കുകയും ചെയ്യരുത്. Again, we should not reflect about our past life and rejoice in it. അതുകൊണ്ടാണ് ഇസ്ഹാക്കിന്റെ കാലത്തും ഇതുപോലെ ഒരു ക്ഷാമമുണ്ടായി. That's why a similar famine arose in the days of Isaac. ഉൽപ്പത്തി 26 1-2 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ, Turn to book of Genesis chapter 26, the first 2 verses. അബ്രഹാമിന്റെ കാലത്തുണ്ടായതുപോലെ ഒരു ക്ഷാമം ഇസ്ഹാക്കിന്റെ കാലത്തും ഉണ്ടായി. There was a famine in the land just like in the days of Abraham, in the days of Isaac. ദൈവം ഇസ്ഹാക്കിനോട് പറയുകയാണ് ചെയ്യുന്നത്, And God told to Isaac, നീ മിസ്രൈമിലേക്ക് പോകാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളണം. go not down into Egypt. അബ്രഹാമിന് സംഭവിച്ച അബദ്ധം നിന്റെ ജീവിതത്തിൽ സംഭവിക്കരുത്. The mistake that happened to Abraham should not visit your life. ജീവിതത്തിൽ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടായി കഴിയുമ്പോൾ, When sufferings and difficulties enter your life, നമ്മൾ ദൈവത്തെ വിട്ട് പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു പോകരുത്. we should not turn our backs to God and rush to the old life. എലീമലേക്കിന്റെ കുടുംബത്തിന് സംഭവിച്ച നാശം നമുക്കറിയാം. We know the disaster that fell upon the lives of Elimelech and his family. ബേത്ലഹേമിൽ ക്ഷാമമുണ്ടായി. There was a famine that struck the land of Bethlehem. അവൻ ബേത്ലഹേം വിട്ട് മോവാബി ദേശത്ത് പോയി പാർക്കുവാൻ വേണ്ടി കടന്നുപോയി. Out of Bethlehem, he is heading to the land of Moab to destin there. ആ കുടുംബം മുഴുവൻ തകർന്നു പോകുവാനിടയായി തീർന്നു. The entire family crumbled. നവോമി തിരിച്ചു വരുമ്പോൾ പറയുന്ന ഒരു വാക്കുണ്ട്. On the way back, these were the words of Naomi. എന്നെ ഇനി നവോമി എന്ന് വിളിക്കരുത്, എന്നെ മാറാ എന്ന് വിളിക്കണം. No longer call me Naomi, call me Mara. ആ ദുരിതപൂർണമായ ഒരു അവസ്ഥയിലേക്ക് അവരെ കൊണ്ടുചെന്ന് എത്തിച്ചത് എന്തെന്നറിയാമോ? You know what took them to that miserable state? അവിടെ ക്ഷാമമുണ്ടായപ്പോൾ അവർ ബേത്ലഹേം വിട്ട് മോവാബിലേക്ക് ഇറങ്ങിപ്പോയി. Once famine visited the shores, they set out of Bethlehem, visited Moab. ആകയാൽ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, Therefore, dear brothers and sisters, ജീവിതത്തിൽ പ്രയാസങ്ങളോ പ്രതികൂലങ്ങളോ ഉണ്ടാവുന്നത് സ്വാഭാവികമാണ്. it is quite natural for challenges and adversities to visit your life. ദൈവവുമായിട്ടുള്ള ബന്ധം നമ്മൾ ഒരിക്കൽ പോലും വിട്ടുകളയരുത്. Never lose your close communion with God. ഇന്നത്തെ തലമുറ അനേക യൗവനക്കാർ ആരാധനാലയങ്ങളിൽ പോലും വരുന്നില്ല. In today's generation, many youngsters scarcely visit the worshiping hall. അവർ ദൈവത്തിൽ നിന്ന് അകന്ന് ദൂരേക്ക് പോവുകയാണ് ചെയ്യുന്നത്. They go away, miles away from God. ഒരു വ്യക്തി ദൈവത്തിൽ നിന്ന് അകന്ന് മിസ്രൈമിലേക്ക് പോകുമ്പോൾ, When a man is going away from God, turning to Egypt, ഒന്ന് അവന്റെ പ്രാർത്ഥനാ ജീവിതം നഷ്ടപ്പെട്ടു പോകുന്നു. first of all, he squanders his prayer life. രണ്ട്, അവന്റെ വേദപുസ്തകം വായിക്കുവാനുള്ള താല്പര്യം നഷ്ടപ്പെട്ടു പോകുന്നു. Secondly, his interest to read the word of God comes to a close. മൂന്ന്, അകാരണമായി അവൻ ആരാധന മുടക്കുവാൻ തുടങ്ങുന്നു. Thirdly, regularly he abstains from meetings. നാല്, അവൻ ആത്മീയ കാര്യങ്ങൾ ഉത്സാഹം നഷ്ടപ്പെട്ടു പോകുന്നു. Fourthly, he loses the enthusiasm for spiritual matters. അഞ്ച്, ദൈവത്തോടുള്ള അവന്റെ ബന്ധം അറ്റുപോകുന്നതായി കാണുവാൻ സാധിക്കുന്നു. Fifthly, his bonding with God is severed. വിശ്വാസികളുമായിട്ടുള്ള സൗഹൃദം അവന്റെ ജീവിതത്തിൽ കുറയുന്നു. His friendship with the believers are being discarded in his life. അവൻ എപ്പോഴും മറ്റുള്ളവരുടെ തെറ്റുകളെ കുറിച്ച് മാത്രം സംസാരിക്കുവാൻ തുടങ്ങുന്നു. He's ever propagating the mistakes in the lives of അവന്റെ others. ഹൃദയത്തിനകത്തൊരു ശൂന്യത അവനെ
ഭരിക്കുവാൻ തുടങ്ങും. A huge void is engulfing his life. മനസ്സിൽ കുറ്റബോധവും നിരാശയും കടന്നുവിടുവാനിടയായി തീരും. Despair and wrong conscience are arising. അങ്ങനെ നമ്മൾ പിന്മാറ്റത്തിലേക്ക് പൊയ്ക്കഴിഞ്ഞാൽ, Likewise, once we slip to backsliding, വിശുദ്ധ തിരുവെഴുത്ത് പ്രകാരം പറയുകയാണെന്ന്, the word of God says so. നിങ്ങൾ ക്രിസ്തുവിനെ വീണ്ടും ക്രൂശിക്കുന്നവരായി തീരുകയാണ്. You are crucifying Christ yet again. അവന് ലോകാപവാദം വരുത്തുന്നവരായി തീരുകയാണ്. You cause him world slanders. നിങ്ങളെ വിശുദ്ധീകരിച്ച നിയമരക്തത്തെ മലിനമാക്കുകയാണ്. The blood of the New Testament, you are defiling it, that which made you pure. നസ്രായന്റെ രക്തത്തെ ചവിട്ടിക്കളയുകയാണ്. You are stamming the blood of Nazarene. ആകയാൽ ഇന്ന് രാത്രി സ്നേഹത്തോടെ ഞങ്ങൾ പറയട്ടെ, Therefore with love, let me tell you tonight, വിശ്വാസ ജീവിതത്തിൽ കഷ്ടങ്ങളോ പരിശോധനകളോ ഉണ്ടായേക്കാം. sufferings and tribulations might knock in your Christian life. ഒരു സാഹചര്യത്തിൽ നിങ്ങൾ മിസ്രൈമിലേക്ക് പോകരുത്. In no context turn back to ഈ Egypt. കർത്താവിനെ വിട്ട് നിങ്ങൾ പിന്തിരിഞ്ഞു പോകുവാനിടയാവൻ. Never leave your Lord and turn back from him. എന്നാൽ അബ്രഹാമിന്റെ ജീവിതത്തിൽ പിന്നീട് സംഭവിക്കുന്നുണ്ട്. But what's the ensuing thing happening in the life of Abraham? ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, When we turn to book of Genesis chapter 13, the 3rd verse, അവൻ ബേഥേലിൽ ആദിയിൽ കൂടാരമുണ്ടായിരുന്ന സ്ഥലത്തേക്ക് മടങ്ങി വരുന്നതായി കാണുവാൻ സാധിക്കുന്നു. he is returning to Bethel where he pitched the camp for the first time. വായിച്ചു നോക്കാം. Let's go through. ഉൽപ്പത്തി 13-ാം വാക്യം. അവൻ തന്റെ യാത്രയിൽ തെക്കുനിന്ന് ബേഥേൽ വരെയും ബേഥേലിനും ഹായിക്കും മധ്യേ തനിക്ക് ആദിയിൽ കൂടാരമുണ്ടായിരുന്നതും താൻ ആദിയിൽ ഉണ്ടാക്കിയ യാഗപീഠം ഇരുന്നതുമായ സ്ഥലം വരെയും ചെന്നു. നോക്കുക, അവൻ തിരിച്ച് ബഥേലിൽ ആദിയിൽ കൂടാരമുണ്ടായിരുന്ന യാഗപീഠമുണ്ടായിരുന്ന സ്ഥലത്തേക്ക് തിരിച്ചു ചെല്ലുന്ന നമുക്ക് കാണുവാൻ സാധിക്കുന്നു. He is going back to Bethel, back to the altar, back to his tent. ഇവിടെ എന്താണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്? What do we discover here? ക്രിസ്ത്യ ജീവിതത്തിൽ ഒരു മടങ്ങി വരവ് നമുക്ക് ആവശ്യമാണ്. We need a homecoming in our Christian life. ഒരുപക്ഷെ കഴിഞ്ഞ കാലങ്ങളിൽ നീ ദൈവത്തെ വിട്ട് പോയിട്ടുണ്ടായിരിക്കാം. Maybe the last days you went away from God. ദൈവവുമായിട്ടുള്ള നിന്റെ സമ്പർക്കം കുറഞ്ഞു പോയിട്ടുണ്ടായിരിക്കാം. Your communion with God might have dipped a lot. നിന്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ മുടക്കം സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. There might be irregularities to your prayer life. ആരാധനയ്ക്ക് പോകുന്ന നിനക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. You might have fell from visiting the worshiping hall. നീ നിന്റെ തെറ്റുകളെ തിരിച്ചറിഞ്ഞിട്ട് You understand your mistakes. അബ്രഹാമിനെ പോലെ ഒരു മടങ്ങി വരവ് നിന്റെ ജീവിതത്തിൽ ആവശ്യമാണ്. Just like Abraham, a homecoming is a necessity in your life. ഇരമ്യാ പ്രവാചകന്റെ പുസ്തകം 8-ാം അധ്യായം 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, Turn to book of Jeremiah chapter 8, the 7th verse. അവിടെ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു. There we go through so. ആകാശത്തിലെ പെരിഞ്ഞാറ് തന്റെ കാലമറിയുന്നു. The stork in heaven knoweth her time. കുറുകുറാവും മുയൽ പക്ഷിയും കൊക്കും തന്നെ മടങ്ങി വരാനുള്ള സമയം അനുസരിക്കുന്നുവെന്നാ പറയുന്നത്. The turtle, the crane, the swallow observe the time of the coming. നോക്കുക, ദേശാടന പക്ഷികളെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാട്ടെ. Just take a look at the migratory birds. ലോകത്തിന്റെ എത്രയോ വിദൂരമായ വൻകരയിൽ നിന്ന് പറന്ന് മറ്റൊരു കരയിലേക്ക് അവ പോകുകയാണ്. From far continents of the world, they visit other shores. മടങ്ങി വരേണ്ട സമയമാകുമ്പോൾ കൃത്യമായിട്ടത് തിരിച്ചു പോകുന്നു. At the season of their comeback, they flutter to the right destination. ഈ പ്രകൃതി അതിന്റെ നിയമം അനുസരിക്കുന്നുവെങ്കിൽ, If nature keeps its order, തിരുവെടുത്ത് വിളിച്ചു പറയുകയാണ്, word of God heroes, വിശ്വാസത്യാഗികളായ മക്കളെ, apostasy, you people of God, നിങ്ങൾ മടങ്ങി വരുവീൻ. you return. ഞാൻ നിങ്ങളുടെ വിശ്വാസത്യാഗത്തെ മാറ്റിത്തരാം. I will heal your apostasy. കർത്താവ് സ്നേഹത്തോടെ നിങ്ങളെ വിളിക്കുകയാണ്. With love the Lord beckons you. നമ്മുടെ കർത്താവ് കരുണയുള്ളവനായ ദൈവമാണ്. Our Lord is a merciful God. ആ കർത്താവിന്റെ അടുക്കിലേക്ക് നിങ്ങൾ തിരിച്ചു വരണം. You come back to that God. അതാണ് ഹോശിയ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ, That's why when we turn to the book of Hosea, ദൈവത്തെ വിട്ടുപോയി ഇസ്രായേൽ ജനത്തെ നോക്കി പ്രവാചകൻ ഇപ്രകാരം പറയുകയാണ്. beholding the Israelites who went away from God, he says, ഹോശിയ 14-1 വാക്യത്തിൽ വായിക്കുന്നു, Hosea chapter 14, the first verse, ഇസ്രായേലേ, O Israel, നിന്റെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് നീ മടങ്ങി ചെല്ലുക. return unto the Lord thy God. നിന്റെ അകൃത്യ നിമിത്തമല്ലോ നീ വീണിരിക്കുന്നത്. Thou hast fallen by thine iniquity. നിങ്ങൾ അനുതാപവാക്യങ്ങളോടെ യഹോവയുടെ അടുക്കലേക്ക് മടങ്ങി ചെന്നിട്ട്, Take with your words and turn to God. ഞങ്ങളെ കൃപയോടെ കൈക്കൊള്ളണമേ. Lord, receive us graciously. ഒരു വാക്ക് നീ പറയണം, ഞങ്ങളെ കൃപയോടെ കൈക്കൊള്ളണമേ. If you would say a word, oh Lord, graciously accept me. അനാഥന് തിരുസന്നിധിയിൽ കരുണ ലഭിക്കുന്നല്ലോ കർത്താവേ. Oh Lord, there is mercy in thy presence for the fatherless. നീ ഞങ്ങളെ കൃപയോടെ കൈക്കൊള്ളാമെന്നുണ്ടെങ്കിൽ, Lord, if you would greet us by thy grace, ഞങ്ങളുടെ അതിരാർപ്പണമായ കാളകളെ ഞങ്ങൾ അർപ്പിക്കാം. we will render the calves of our lips, which is thanksgiving. ഇനി ഞങ്ങൾ അശൂരിന്റെ പിന്നാലെ പോകത്തില്ല. No
more will we chase Ashur. ഇന്ന് രാത്രി ഒരു തീരുമാനമെടുക്കുവാൻ എന്നെ കൊണ്ട് സാധിക്കും. Tonight, can you make up your mind to take a decision? കരുണാസമ്പന്നനായ ദൈവം എന്താണ് മറുപടി പറയുന്നത്? What is the reply extended by the all-merciful God? അവന്റെ നിലവിളിയുടെ ശബ്ദം കേട്ടിട്ട് ദൈവം പറയുന്നു, inclining to the voice of his cry, the Lord says, ഞാൻ ഇസ്രായേലിന് മഞ്ഞുപോലെ ഇരിക്കും. I will be as a dew unto Israel. ഞാൻ ഇസ്രായേലിന് മഞ്ഞുപോലെ ഇരിക്കും. I will be as a dew unto Israel. അവൻ താമര പോലെ പൂത്ത് ലെബാനോൻ വനം പോലെ വേരുന്നു. He shall grow as lily and cast forth its roots as Lebanon. പ്രിയ സഹോദരീ സഹോദരന്മാരെ, beloved brothers and sisters, നമ്മുടെ യേശു എത്ര കരുണയുള്ളവനാണ്. oh how merciful is our Jesus. നമ്മുടെ യേശു എത്ര സ്നേഹവാനായ ദൈവമാണ്. oh what a loving Father is our Jesus. തന്റെ അടുക്കലേക്ക് മടങ്ങി വരുന്നവരെ നോക്കി പറയുകയാണ്, looking at the ones who turn back to me, say, ഞാൻ അവർക്ക് മഞ്ഞുപോലെ ഇരിക്കും. I will be as a dew to them. അവരെ ഞാൻ പുതുപ്പിച്ചെടുക്കും. I will renew them. അവർക്ക് ഞാനൊരു തണുപ്പായിരിക്കും. I will be giving cool to them. അവർക്കൊരു പുതിയ ജീവിതം ഞാൻ കൊടുക്കും. I will give them a new life. അവർ വീണ്ടും താമര പോലെ പൂക്കും. They shall grow as a lily yet again. ലെബാനോൻ വനം പോലെ വേരുന്നു. Give the roots as Lebanon. നിന്റെ നഷ്ടപ്പെട്ട അനുഭവങ്ങളെല്ലാം ദൈവം നിനക്ക് തിരിച്ചു തരും. All your lost experiences God shall restore. പ്രവാചകൻ യിരെമ്യാവ് വിളിച്ചു പറയുകയാണ്, Prophet Jeremiah calls out, ഒരുത്തൻ വീണാൽ എഴുന്നേൽക്കുന്നില്ലയോ? if a man falls, will he not rise again? ഒരുത്തൻ വഴിതെറ്റിപ്പോയാൽ മടങ്ങി വരുന്നില്ലയോ? If a man has his way, won't he come back? ഇന്ന് രാത്രി ഞങ്ങളെ കേൾക്കുന്ന സഹോദരീ സഹോദരന്മാരെ, Tonight, dear brothers and sisters, lending your ears, ഇതിലേതെങ്കിലും ഒരു വ്യക്തി ദൈവത്തെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, anyone here has left God, വഴിതെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ, if you've hurt your way, നിന്റെ വിശ്വാസ ജീവിതത്തിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, if there has been a falling in your faith life, മടങ്ങി വരവിന്റെ സമയമാണ്. oh, this is a time for your comeback. കർത്താവ് നിനക്ക് മടങ്ങി വരുവാൻ സമയം തന്നിരിക്കുകയാണ്. God has given you the time for you to return. ആ മുടിയനായ പുത്രനെ പോലെ Just like the prodigal son, കർത്താവിന്റെ അടുക്കൽ ചെന്നിട്ട് rush into God. നീ ഹൃദയം തകർന്ന് ഇപ്രകാരം പറയണം, With a broken heart, proceed these words. അപ്പാ, ഞാൻ സ്വർഗത്തോട് നിന്നോട് പാപം ചെയ്തു പോയി. Father, I have sinned against you, against heaven. നിന്റെ മകനെന്ന് വിളിക്കപ്പെടുവാണ് യോഗ്യത എനിക്കില്ലപ്പാ. No more am I worthy to be called thy son. നിന്റെ കൂലിക്കാരൻ ഒരാളെ പോലെ എന്നെ കരുതിക്കൊള്ളണമേ. Accept me at least as one of your laborers. ആ കരുണാസമ്പന്നനായ പിതാവ് Oh, that merciful Father. ഓടിച്ചെന്ന മകനെ കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്തു. He ran, he clinged that child and he embraced അവന് him. പുതിയ വസ്ത്രം കൊടുത്തു. Gave him new garment. അവന്റെ കാലിൽ ചെരുപ്പിട്ട് കൊടുത്തു. Gave him a new shoe. അവന്റെ വിരലിൽ മോതിരം അണിയിച്ചു. Wore a ring in his hands. ആ പിതാവ് സന്തോഷത്താൽ ഉറക്കെ വിളിച്ചു പറയുകയാണ്, With joy the father made his speech. ഇതാ എന്റെ മകൻ മരിച്ചവനായിരുന്നു, Behold, my son was dead. അവൻ തിരിച്ചു വന്നിരിക്കുന്നു. Now he has come back. നാം സന്തോഷിച്ച് ആനന്ദിക്കുക. Let us be glad and rejoice. ഇന്ന് രാത്രി ദൈവം നിന്നെ ഓർത്ത് സന്തോഷിക്കുവാനിടയെ തീരട്ടെ. Tonight may God rejoice thinking about you. ഒരു വാക്ക് നീ ദൈവത്തോട് പ്രാർത്ഥിക്കണം. One word, pray to God. കർത്താവേ, എന്റെ കഴിഞ്ഞ കാലങ്ങളിലെ പിന്മാറ്റത്തിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരണമേ. Lord, fetch me back from the backsliding of my yesterdays. എന്റെ നഷ്ടപ്പെട്ടു പോയ അനുഭവങ്ങൾ എനിക്ക് തിരിച്ചു തരണമേ കർത്താവേ. The lost experiences once more, please grant me back. ദൈവമായിട്ടുള്ള ബന്ധം എനിക്ക് തിരിച്ചു തരണമേ കർത്താവേ. Restore my bonding with you, Lord. ആ പഴയ പ്രാർത്ഥനാ ജീവിതം എനിക്ക് തിരിച്ചു തരണമേ കർത്താവേ. Give me back my ancient prayer life. എന്റെ നഷ്ടപ്പെട്ടു പോയ കൃപാവരങ്ങൾ എനിക്ക് തിരിച്ചു തരണമേ കർത്താവേ. The lost gifts and graces, please put me on with. ഒരു നിമിഷം ദൈവത്തിൽ കരയാമെന്നുണ്ടെങ്കിൽ, One moment if you can wail in his presence. നിന്നെ സ്നേഹിക്കുന്നവനായ കർത്താവ്, That is a loving അവൻ God. നിന്നെ കരുണയോടെ കൈക്കൊള്ളും. He will accept you and receive you with mercy. അവൻ നിന്റെ അകൃത്യങ്ങളൊക്കെ നിന്നോട് ക്ഷമിക്കും. He will forgive you all your iniquities. പ്രിയ സഹോദരീ സഹോദരന്മാരെ, Dear brothers and sisters, ജോൺ ന്യൂട്ടൺ എന്ന് പറയുന്നതായ ഒരു ഭക്തനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. I've heard about a saint of God named John Newton. ആരാണ് ഈ ജോൺ ന്യൂട്ടൺ എന്ന് പറയുന്നത്? Who was John Newton? അമേസിംഗ് ഗ്രേസ് എന്ന് പറയുന്ന മനോഹരമായ ഒരു ഇംഗ്ലീഷ് പാട്ടുണ്ട്. The one who wrote the song Amazing Grace. അമേസിംഗ് ഗ്രേസ് ഹൗ സീഡ് ദ ഗ്രൗണ്ട് എന്നാണ് ആ പാട്ടിന്റെ പേര്. Amazing Grace, how sweet it sounds. ദൈവത്തിന്റെ അതിമഹത്തായ കൃപ എന്നവൻ പറഞ്ഞിരിക്കുന്നു. The most exceeding grace ഈ of God. പാട്ട് എല്ലാവരും പാടി സന്തോഷിക്കുന്ന ഒരു ഇംഗ്ലീഷ് പാട്ട്. This is an English song that everybody sings. ആശ്ചര്യകരമായ ദൈവത്തിന്റെ കൃപ. The marveling grace of God. എന്താണ് ജോൺ ന്യൂട്ടന്റെ ജീവിതത്തിൽ സംഭവിച്ചത്? What happened in the life of John Newton? ഇവന്റെ അപ്പൻ ഒരു കപ്പലിലെ
ക്യാപ്റ്റൻ ആയിരുന്നു. His father was a captain of a ship. ഇവന്റെ അമ്മ ഒരു തികഞ്ഞ ക്രിസ്തീയ ഭക്തിയായിരുന്നു. His mother was a staunch Christian believer. ആ ക്രിസ്തീയ ഭക്തിയിൽ ജോൺ ന്യൂട്ടനെ അമ്മ വളർത്തി. In that same Christian belief, John Newton was reared up by his mother. അവനെ ദൈവത്തിന്റെ വചനം പഠിപ്പിച്ചു. He was taught the word of God. അവനെ തികഞ്ഞ ആത്മീകനായി അവന്റെ ബാല്യത്തിൽ വളർത്തിയെടുത്തു. In his infancy, he was reared up as a pure godly man. അവനൊരു തികഞ്ഞ ദൈവ പൈതലായിരുന്നു. He was a pure child of God. എന്നാൽ അവന്റെ കൗമാരത്തിലേക്ക് വന്നപ്പോൾ, but once he stepped into his adolescence, പെട്ടെന്ന് അവന്റെ അമ്മ ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയി. his mother abruptly bid farewell from the world. അവന്റെ മാതാവ് മരിച്ചതോടുകൂടെ, after the death of his mother, അവൻ പിതാവിനോടുകൂടെ കപ്പലിൽ ജോലിക്ക് വേണ്ടി കടന്നുപോയി. with his father he went to join the crew in the ship. അതോടുകൂടി അവനൊരു ദുർമാർഗ്ഗിയെ മാറ്റപ്പെട്ടു. then he took the evil ways. സകലവിധമായ പാപ സ്വഭാവങ്ങൾക്ക് അവൻ അടിമപ്പെട്ടു. he got enslaved to all sinful traits. അവൻ മദ്യപാനിയും ദുർനടപ്പുകാരനുമായി. he became a drunkard and a fornicator. അവൻ അടിമകളെ പിടിച്ച് വിൽക്കുന്നതായ തൊഴിലേർപ്പെട്ടു. he took hold of captives and sold them as slaves. അത്ര ഹീനമായ ഒരു ജീവിതമായിരുന്നു അവന്റെ. such a heinous life of his അവന്റെ was. ജീവിതത്തിലെ കരുണ വറ്റിപ്പോയിരുന്നു. the mercy of his life got drenched out. ഏറ്റവും നികൃഷ്ടനായി അവൻ ജീവിച്ചു. he lived as a wretched man. അവൻ ദൈവത്തിൽ നിന്ന് സമ്പൂർണ്ണമായി അകന്നുപോയി. absolutely he got alienated from God. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം, meanwhile one fine day 1748 വർഷം, in 1748, ഒരു ദിവസം കപ്പൽ യാത്ര ചെയ്യുമ്പോൾ, once in a ship journey, പെട്ടെന്ന് ഭയങ്കരമായ കൊടുങ്കാറ്റടിച്ചു. abruptly a mighty storm. കടൽ തിരമാലകൾ അടിച്ചു പൊങ്ങുവാൻ തുടങ്ങി. the surges rolled. കപ്പലാടി ഉലയുവാൻ തുടങ്ങി. oh, the ship tossed. രക്ഷപ്പെടുവാൻ ഒരു മാർഗവുമില്ലെന്ന് മനസ്സിലായി. no route for escape. ജോൺ ന്യൂട്ടൺ മരണത്തെ മുഖാമുഖം കണ്ടു. John Newton was witnessing death face to face. ഇനി എന്താണ് ചെയ്യുന്നത്? what will I do? അവന്റെ അമ്മയുടെ ദൈവത്തെ അവൻ ഓർത്തു. he thought about the God of his mother. അവൻ വിട്ടുപോകുന്ന ദൈവത്തെ അവൻ ഓർത്തു. he took the knowledge of the God whom he left. ആ കപ്പലിൽ അവൻ മുട്ടുകുത്തി. he knelt in the ship. അവൻ ദൈവത്തോട് കരയുവാൻ he തുടങ്ങി. started to cry unto God. കർത്താവേ, ഞാനൊരു പാപിയാണ് കർത്താവേ. oh Lord, I am a sinner. കർത്താവേ, ഞാനൊരു ദുർനടപ്പുകാരനാണ് കർത്താവേ. oh Lord, I am a fornicator. കർത്താവേ, എന്റെ പാപം ക്ഷമിക്കണമേ. Lord, forgive my sins please. കർത്താവേ, എന്റെ പ്രാണനെ രക്ഷിക്കണമേ കർത്താവേ. Lord, redeem my soul. ഞാൻ നിനക്ക് വേണ്ടി ജീവിക്കും. I will live for you. എന്റെ ശിഷ്ടകാലം മുഴുവനും ഞാൻ നിനക്ക് വേണ്ടി ജീവിക്കും the കർത്താവേ. remaining days of my life I will live for you, Lord. പാവിട്ട് യേശുവിനെ നോക്കി കരയുവാൻ തുടങ്ങി. he sobbed and wailed aloud. ആ കപ്പലിരുന്ന് കരയുന്നവന്റെ കണ്ണുനീര് കർത്താവ് കണ്ടു. God saw the tears of the man weeping in the ship. പെട്ടെന്ന് കൊടുങ്കാറ്റടങ്ങി. abruptly the storm കപ്പൽ ceased. നേരെയായി. the ship was restored. അവന്റെ ജീവിതം തിരിച്ചു കിട്ടി. his life he won it back. അവന്റെ സന്തോഷം അടക്കുവാൻ കഴിഞ്ഞില്ല. he couldn't contain his joy. അവൻ കപ്പലിൽ നിന്ന് പുറത്തു വന്നപ്പോൾ തികഞ്ഞൊരു ദൈവപൈതലായി പുറത്തു വന്നു. he came out of the ship as a pure child of അവന്റെ God. ശിഷ്ടകാലം അവൻ അടിമകളുടെ വിമോചനത്തിന് വേണ്ടി പ്രവർത്തിച്ചു. the rest of his days he worked for the emancipation of slaves. കർത്താവിന്റെ വിലപ്പെട്ട ഒരു സുവിശേഷകനായി അവൻ മാറ്റപ്പെട്ടു. he became a precious servant of God. സകല മനുഷ്യരോട് യേശുവിനെ കുറിച്ച് അവൻ പ്രസംഗിച്ചു. and to everyone he gospelized about Jesus. അവന്റെ ജീവിതത്തിൽ അവൻ ആ അനുഭവത്തിൽ നിന്നുകൊണ്ടൊരു പാട്ട് എഴുതി. out of that experience he wrote a song in his life. ആശ്ചര്യകരമായ ദൈവത്തിന്റെ കൃപ. the amazing grace of God. ദൈവമേ, നിന്റെ അതിമനോഹരമായ ഇമ്പമായ ആസ്വരം. Lord, your sweet beautiful sound. ഈ നികൃഷ്ടനും പാപിയുമായിരുന്ന എന്നെ കർത്താവേ നീ രക്ഷിച്ചു. Lord, you saved the wretched sinner who is me. ഒരിക്കൽ ഞാൻ നഷ്ടപ്പെട്ടു പോയിരുന്നവനായിരുന്നു ദൈവമേ. Lord, in the time past I was lost. ഇന്ന് ഞാൻ കണ്ടെത്തപ്പെട്ടിരിക്കുന്നു. but now I'm found. കർത്താവേ, ഒരു കാലത്ത് ഞാൻ കാഴ്ച നഷ്ടപ്പെട്ട കുരുടനെ പോലെ ജീവിച്ചു. oh Lord, in the time past I was a blind man who lost my sight. ഇന്ന് എന്റെ കാഴ്ച എനിക്ക് തിരിച്ചു കിട്ടിയിരിക്കുന്നു കർത്താവേ. now I've got my sight back. ഞാൻ എന്റെ ജീവിതത്തിൽ വലിയ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞു. I knew a great reality in my life. ഞാനൊരു വലിയ പാപിയായിരുന്നു. I was a terrible sinner. പക്ഷേ എന്റെ യേശു അതിനേക്കാൾ വലിയൊരു രക്ഷകനായിരുന്നു. but my Jesus was an even more greater savior. ഇന്ന് രാത്രി ആ ജോൺ ന്യൂട്ടന്റെ ദൈവത്തെ കണ്ടെത്തുവാൻ എത്ര പേർക്ക് സാധിക്കും? tonight how many of you are able to meet God of John Newton? ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. one moment close your eyes. ഒരു സമർപ്പണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ. let there be a surrenderance in your life. ഏത് അവസ്ഥയിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, whatever be the state in which you are, ഒരു നിമിഷം നിങ്ങളുടെ ഹൃദയം തകർന്ന് കർത്താവിനോട് പറഞ്ഞാട്ടെ. one moment crush your heart and say to God, കർത്താവേ, ആശ്ചര്യകരമായ ദൈവത്തിന്റെ കൃപ എന്നിലും വരണമേ. Lord, pour that amazing grace of God to me. ആ ഇമ്പമായ സ്വരം എന്നെയും കേൾപ്പിക്കണമേ കർത്താവേ. Lord, make me hear the sweet sound. ഈ ഹീനനായ എന്നെ രക്ഷിക്കണമേ കർത്താവേ. this wretched sinner, save me, Lord. നഷ്ടപ്പെട്ടു പോയി എന്നെ ഏറ്റെടുക്കണമേ I, കർത്താവേ. the lost one, take me back. എന്റെ കണ്ണുകളെ തുറക്കണമേ കർത്താവേ. open my eyes, God. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Amazing
Amazing grace, how sweet the sound that saved a wretch like me. I once was lost, but now I'm found. Was blind, but now I see. കർത്താവേ, ഒരിക്കൽ ഞാൻ അന്ധനായിരുന്നു. Lord, I was blind once. ഇന്ന് എന്റെ കണ്ണുകൾ തുറക്കപ്പെട്ടിരിക്കുന്നു. Now my eyes are opened. ഒരിക്കൽ ഞാൻ നഷ്ടപ്പെട്ടവരായിരുന്നു. I was lost once. ഇന്ന് ഞാൻ കണ്ടെത്തപ്പെട്ടിരിക്കുന്നു. Now I'm finally found. കർത്താവേ, നിന്റെ ആശ്ചര്യകരമായ കൃപ, Lord, your amazing grace. നിന്റെ മധുരകരമായ ഇമ്പകരമായ ശബ്ദം, Lord, your sweet sound കൊടുമ്പാവിയായി എന്നെ രക്ഷിച്ചിരിക്കുന്നു. saved the wretched sinner me. ഓ, നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ആ വരികൾ കടന്നു വരട്ടെ. May those verses visit your heart. ഒരിക്കൽ കൂടെ സമർപ്പണത്തോടെ നമുക്ക് ആ പാട്ടുകൾ പാടാം. Once again, let's yield and sing. Amazing grace. Amazing grace. കർത്താവേ, ആശ്ചര്യകരമായ നിന്റെ കൃപ, Lord, that marveling grace of ആ yours. കൃപ നിന്നിലേക്ക് ഒഴുകി വരുവാനിടയെ തീരട്ടെ. Oh, may that grace flow to you. Amazing grace, how sweet the sound that saved a wretch like me. I once was lost, but now am found. Was blind, but now I see. കർത്താവിന്റെ കൃപ നമ്മുടെ മേൽ ധാരാളമായി പകർന്നിരിക്കുന്നതിനാൽ നമുക്ക് കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യാം. Let us praise God, for the Lord has showered bountiful grace upon us. Jesus, hallelujah, 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 hallelujah. Jesus, oh, Shabana Rabalagada Bakatibikida Banatikida Banatina. Jesus. അബ്രഹാമിന്റെ ജീവിതത്തിലെ അവൻ ഏഴാമത് കടന്നു വന്ന സ്ഥലത്തേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോകാം. Let's focus our attention to the seventh place that Abraham visited in his life. ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം വായിക്കുമ്പോൾ, When we turn to book of Genesis chapter 13, the 18th അവൻ verse, കൂടാരം നീക്കി ഹെബ്രോണിലെത്തി എന്ന് നമ്മൾ വായിക്കും. he moved his tent and now reaches Hebron. അപ്പോൾ അബ്രാം കൂടാരം നീക്കി ഹെബ്രോനിൽ മമ്രയുടെ തോപ്പിൽ വന്നു പാർത്തു. അവിടെ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു. അവിടെ അവൻ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു. There he built an altar unto God. അവൻ ഹെബ്രോണിൽ വന്ന് പാർത്തതായി കാണുവാൻ സാധിക്കും. We see he dwelt in the plain of Hebron. ഇന്ന് അബ്രഹാമിന്റെ ജീവിതത്തിലെ ഏഴാമത്തെ സ്ഥലമാണ് ഹെബ്രോൺ. This is the seventh place in the life of Abraham, Hebron. ഇന്ന് വെസ്റ്റ് ബാങ്കിലെ പാലസ്തീനിലെ വെസ്റ്റ് ബാങ്കിലാണ് ഈ ഹെബ്രോൺ എന്ന് പറയുന്ന സ്ഥലം കാണപ്പെടുന്നത്. Today, geographically, this can be found in West Bank in Palestine. യെരുശലേമിൽ നിന്ന് 30 കിലോമീറ്റർ തെക്കായിട്ടാണ് ഈ ഹെബ്രോൺ ഇന്ന് കാണപ്പെടുന്നത്. 30 kilometers south of Jerusalem, we find Hebron. ഈ ഹെബ്രോൺ എന്ന് പറയുമ്പോൾ Hebron means, ആ വാക്കിന്റെ അർത്ഥം കൂട്ടായ്മ അഥവാ ഫെലോഷിപ്പ് എന്നാകുന്നു. the meaning of that particular term is fellowship. ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് ഒരു കൂട്ടായ്മ ഉണ്ടായിരിക്കണം. In Christian life, we need a fellowship. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മൾ ഒന്നാമത് കൂട്ടായ്മ ആചരിക്കേണ്ടത്, First of all, we should observe fellowship in our spiritual life. നമ്മൾ ദൈവത്തോട് കൂട്ടായ്മ ആചരിക്കണം. We should observe fellowship with God. രണ്ടാമത് കർത്താവിന്റെ ശുശ്രൂഷകരോട് കൂട്ടായ്മ ആചരിക്കണം. Secondly, observe fellowship with the workers of God. മൂന്നാമത് ദൈവമക്കൾ തമ്മിൽ ആത്മാവിന്റെ കൂട്ടായ്മ ആചരിക്കുന്നവരായിരിക്കണം. Thirdly, mutually the people of God should observe the fellowship in the spirit. അതുകൊണ്ട് ഒരു ഹെബ്രോണിന്റെ അനുഭവത്തിൽ, ഒരു കൂട്ടായ്മയുടെ ബന്ധത്തിൽ ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കണം. Therefore, in a fellowship of Hebron, we should be there in this world. 1-ാം നൂറ്റാണ്ടിലെ ക്രിസ്തീയ സഭയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ, About the history of the Christian church in the first century, ക്രിസ്തീയ സഭ അപ്പോസ്തോലിക കൂട്ടായ്മയുടെ ഐക്യത്തിലാണ് ജീവിച്ചത് എന്ന് കാണുവാൻ സാധിക്കുന്നു. Christian church lived in the fellowship with the apostles. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിന്റെ 42-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. Let's read from Acts of the Apostles chapter 2 verse number 42. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കുകയും പ്രാർത്ഥന കഴിച്ചും പോന്നു. 1-ാം നൂറ്റാണ്ടിലെ ദൈവത്തിന്റെ സഭ അഥവാ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ, The saved people or the church of God in the first century, അവർ അപ്പോസ്തലന്മാരോട് കൂട്ടായ്മ ആചരിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നു. we see that they observed fellowship with the apostles. ദൈവത്തിന്റെ സഭ എന്ന് പറയുമ്പോൾ, The church of God means ദൈവത്തിന്റെ സഭ അപ്പോസ്തോലികമായിരിക്കണം. the church of God should be apostolic.
ആകയാൽ ദൈവത്തിന്റെ ജനം Therefore, the people of God ഒരു അപ്പോസ്തോലിക കൂട്ടായ്മയുമായിട്ടുള്ള ബന്ധത്തിൽ വേണം ഈ ലോകത്തിൽ ജീവിക്കുവാൻ. in this world, they should live in a fellowship with the apostles. കാരണം തിരുവെടുത്ത് പറയുന്നു, Therefore, the word of God says, അപ്പോസ്തലന്മാർ ദൈവത്തിന്റെ സഭയുടെ അടിസ്ഥാനമാണ്. apostles are the foundation of the church of God. എഫേസ്യ ലേഖനത്തിൽ വിശുദ്ധ പൗലോസ് അത് ഓർപ്പിക്കുന്നുണ്ട്. In Ephesians, Saint Paul is reminding the same. ക്രിസ്തുയേശുവിന്റെ മൂലക്കല്ലായിരിക്കെ Christ Jesus being the chief cornerstone, നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിൽ പണിതിരിക്കുന്നു. you are built upon the foundation of the apostles and the prophets. ക്രിസ്തീയ സഭയുടെ അടിസ്ഥാനം അപ്പോസ്തോലികമാണ്. The foundation of the Christian church is apostolic. ആ അപ്പോസ്തോലിക ഉപദേശത്തിൽ വേണം സഭ വളർത്തപ്പെടുവാൻ വേണ്ടി. Based on the apostolic doctrine, the church should thrive. ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് അപ്പുറത്ത് 2000 years back, ദൈവപുത്രനായ ക്രിസ്തു ലോകത്തിലേക്ക് കടന്നു വന്നത് the Son of God Jesus came to this world. ഒരു വിശുദ്ധ സഭയെ സ്ഥാപിക്കുവാൻ വേണ്ടിയാണ്. He came to establish a holy church. അതാണ് വിശുദ്ധ പത്രോസിനോട് യേശുക്രിസ്തു പറയുന്നത്, That is why Jesus speaks into Saint Peter, ഞാൻ എന്റെ സഭയെ പണിയും, I will build my church, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. and the gates of hell shall not prevail against it. വിശുദ്ധ പൗലോസിന്റെ പ്രസംഗത്തിൽ ഇപ്രകാരം പറയുന്നു, The sermon of Saint Peter, he says, അവൻ തന്റെ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചതാണ് ദൈവത്തിന്റെ സഭ എന്ന് പറഞ്ഞിരിക്കുന്നത്. he purchased by his own blood the church of God. നമ്മുടെ കർത്താവ് ഈ ലോകത്തിലേക്ക് വന്ന് കാൽവരിയിൽ തന്റെ ജീവനെ അവൻ യാഗമായി അർപ്പിച്ചപ്പോൾ, When Lord Jesus Christ came to this world and gave us a sacrifice, his soul on the cross, അവൻ സന്തോഷത്തോടെ തന്റെ പ്രാണനെ അകൃത്യയാഗമായിട്ട് ഏൽപ്പിച്ചു കൊടുത്തു. gleefully he gave his soul as an offering of sin. അവന്റെ പ്രാണനെ വിടുമ്പോൾ അവൻ പറഞ്ഞ വാക്കുണ്ട്, When he was giving his ghost, these were his words, സകലവും നിവർത്തിയായി. everything is finished. ഇത് പറഞ്ഞിട്ടാണ് അവൻ മരിക്കുന്നത്. Saying so, he died. എന്തുകൊണ്ടാണ് സന്തോഷത്തോടെ കർത്താവ് മരിക്കുവാൻ കാരണം? Why did the Lord die with joy? കർത്താവ് ദൂരവേ ഒരു കാഴ്ച കണ്ടു. Far away he saw a sight. അവന്റെ പ്രാണനെ അകൃത്യയാഗമായി തീർന്നിട്ട് His soul became a sacrifice of sin. ഇതാ ഒരു സന്തതി ഉരുവാകുന്നു. Behold, his seed is born. ഒരു ജയം പ്രാപിച്ച ആൺകുട്ടി ഉരുവാകുന്നു. A victorious man-child ഒരു rises. വിശുദ്ധ സഭ ഉരുവാകുന്നു. A holy church is evolving. ആ സഭയെ കണ്ടിട്ടാണ് കർത്താവ് കാൽവരിയിൽ മരിക്കുന്നത്. Far away, witnessing that church, he dies on the cross. അപ്പോസ്തലപ്രവൃത്തിയിലേക്ക് 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, When we turn to 1 Corinthians chapter 12, അതിന്റെ 28-ാമത്തെ വാക്യത്തിൽ വിശുദ്ധ പൗലോസ് പറയുകയാണ്, in verse number 28, Saint Paul says, ദൈവം തന്റെ സഭയിൽ God in his church, ഒന്നാമത് അപ്പോസ്തലന്മാരെ നിയമിച്ചു, first he appointed apostles, രണ്ടാമത് പ്രവാചകന്മാരെ നിയമിച്ചു. secondly prophets. ഇങ്ങനെ ദൈവം സഭയിൽ ഓരോരുത്തരെ നിയമിക്കുന്നതായി കാണുവാൻ സാധിക്കുന്നു. Thus God is appointing different people in the church. പുതിയ നിയമസഭയിൽ തന്റെ ഐഹിക ജീവിത കാലഘട്ടത്തിൽ തന്നെ അപ്പോസ്തലന്മാരെ നിയമിച്ചു. Even during his days in the New Testament church, he appointed apostles. കർത്താവ് യേശുക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗത്തിൽ പിതാവിന്റെ വലതുഭാഗത്ത് പോയി. Lord Jesus Christ died, he got buried, he rose up, went up to the Father in heaven. അവിടെ ചെന്നിട്ടും ദൈവസഭയിൽ അപ്പോസ്തലന്മാരെ നിയമിച്ചു. Even after going there, he appointed apostles in the church. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനം 4-ാം അധ്യായം 11-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, That is why in Ephesians chapter 4 verse 12, അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് ഉയരത്തിലേക്ക് കയറിപ്പോയി. he took the captives and soared to the heights. അവിടെ നിന്ന് മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു. From there he gave gifts to men. എന്താണ് ദൈവം കൊടുത്ത ദാനമെന്നറിയാമോ? You know what the gift of God is? അവൻ ചിലരെ അപ്പോസ്തലന്മാരായും, He made some apostles, ചിലരെ പ്രവാചകന്മാരായും, some prophets, ചിലരെ സുവിശേഷകന്മാരായും, some ചിലരെ evangelists, ഇടയന്മാരായും, some pastors, ചിലരെ ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചു. and appointed some as teachers. നമ്മുടെ കർത്താവിന്റെ ഐഹിക ജീവിത കാലഘട്ടത്തിൽ നിയമിച്ചു. During the days of the Lord in this world, he established. തേജസ്കരിക്കപ്പെട്ട കർത്താവ് സഭയിൽ അപ്പോസ്തലന്മാരെ നിയമിച്ചു. Even the glorious God appointed apostles in the church. നമ്മുടെ കർത്താവിന്റെ ഐഹിക ജീവിത കാലഘട്ടത്തിലെ While Lord Jesus was in this earth, ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 12-ാം വാക്യത്തിലെ Luke's Gospel chapter 6 the 12th ഒരു verse, രാത്രി മുഴുവൻ കർത്താവ് പ്രാർത്ഥിച്ചിട്ട് one whole night after the Lord prayed, രാവിലെ തന്റെ ശിഷ്യന്മാരെ അരിക്കൽ വിളിച്ച് in the day he mustered his disciples അവരെ close. 12 പേരെ മാറ്റി നിർത്തിയിട്ട് He chose 12. അവർക്ക് അപ്പോസ്തലന്മാർ എന്ന് പേര് കൊടുത്തു. He named them apostles. ഇവരെ തിരുവെഴുത്തിൽ അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തലന്മാരാണെന്ന് The പറഞ്ഞിരിക്കുന്നു. word of God calls the most glorious apostles. അതാണ് ദൈവസഭയുടെ അടിസ്ഥാനം എന്ന് പറഞ്ഞിരിക്കുന്നത്. That is the foundation of the church of എന്നാൽ God. കർത്താവ് യേശുക്രിസ്തു സ്വർഗ്ഗാരോഹണം ചെയ്തതിനു ശേഷം But after the ascension of Lord Jesus Christ to heaven, പരിശുദ്ധാത്മ ഭൂമിയിലേക്ക് വന്നു. the Holy Spirit alighted in this world. ദൈവത്തിന്റെ സഭ ഭൂമിയിൽ സ്ഥാപിക്കപ്പെട്ടു. The church of God was established in the sphere. ചിലർ പഠിപ്പിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. I've hearkened to some teachings. 12 അപ്പോസ്തലന്മാർ മാത്രമേ സഭയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. Only 12 apostles were those for the church. അതോടെ അപ്പോസ്തലന്മാരുടെ കാലം കഴിഞ്ഞു. With that, there was an end to the days of apostles. പിന്നീട് സഭയിൽ അപ്പോസ്തലന്മാർ ഇല്ലെന്ന് പഠിപ്പിക്കുന്നവരുണ്ട്. Some teach there were no apostles in
in the church thereafter. വഞ്ചിക്കപ്പെട്ടു പോകരുത്. Be not deceived. ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് Door of Damascus. വിശുദ്ധ പൗലോസിനെ ദൈവം വിളിച്ചു വേർതിരിച്ചു. God called and chose Saint Paul. ജാതികളുടെ അപ്പോസ്തലനായിട്ട് അവനെ ദൈവം വേർതിരിച്ചു. As the apostle of Gentiles, God chose and elected him. കർത്താവിന്റെ സ്വർഗ്ഗാരോഹണത്തിന് ശേഷം, This is after the ascension of God to heaven. പരിശുദ്ധാത്മാവിനാൽ സഭഭൂമിയിൽ സ്ഥാപിക്കപ്പെട്ടതിന് ശേഷമാകുന്നു പൗലോസിനെ വേർതിരിക്കുന്നത്. After the church of God was established in this world through the Spirit, Paul was appointed. പൗലോസ് അവന്റെ അപ്പോസ്തലത്വത്തെ കുറിച്ച് പറയുന്ന വാക്കെന്താണ്? What does Paul say about his apostolism? 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, In 2 Corinthians chapter 11, the 5th verse, ഞാൻ അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തലന്മാരിൽ ഒട്ടും കുറഞ്ഞവനല്ല എന്ന് പറഞ്ഞിരിക്കുന്നു. I am no lesser than the most glorious apostles. ഞാൻ അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തലന്മാരിൽ ഒട്ടും കുറഞ്ഞവനല്ല എന്ന് പൗലോസ് പറയുകയാണ്. Paul is saying, I am no lesser than the most glorious apostles. അപ്പോൾ യേശുക്രിസ്തു തെരഞ്ഞെടുത്ത അപ്പോസ്തലന്മാർക്ക് തുല്യമായ അപ്പോസ്തലനായിരുന്നു പൗലോസ്. Therefore, Paul was an equal apostle to the apostles whom Jesus himself elected. അപ്പോസ്തലപ്രവൃത്തി 14-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, Acts of the Apostles chapter 14 verse 14, അപ്പോസ്തലന്മാരായ പൗലോസും ബർന്നബാസും എന്നവിടെ പറഞ്ഞിരിക്കുന്ന കാണുവാൻ സാധിക്കുന്നുണ്ട്. apostles Paul and Barnabas, it's addressed. പൗലോസും ബർന്നബാസും അപ്പോസ്തലന്മാരാണെന്ന് കാണുവാൻ സാധിക്കുന്നു. We witness Paul and Barnabas, both of them were apostles. 1 തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, In 1 Thessalonians chapter 2 the 6th verse, ശീലാസും തിമോഥെയോസും അപ്പോസ്തലന്മാരാണെന്ന് പറഞ്ഞിരിക്കുന്ന കാണുവാൻ സാധിക്കുന്നു. Silas and Timothy are named as apostles. റോമാലേഖനം 16-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, In Romans 16:7, അന്ത്രോനിക്കോസിനെ കുറിച്ചും we come across Andrew. യൂനിയാവിനെ കുറിച്ചും But Junia, വിശുദ്ധ പൗലോസ് പറയുകയാണ്, St. Paul says, അവർ എനിക്ക് മുമ്പേ കർത്താവിനെ സ്വീകരിച്ചവരും they accepted God before me. അവർ അപ്പോസ്തലന്മാരിൽ അറിയപ്പെടുന്നവരുമാകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. They are renowned among the apostles. അത് മാത്രമല്ല, Moreover, അപ്പോസ്തലപ്രവൃത്തി 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, turn to Acts of the Apostles chapter 13. അവിടെ അപ്പോസ്തലന്മാരെ നിയമിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. There we see the appointing of apostles. അവിടെ എന്താണ് നമ്മൾ വായിക്കുന്നത്? What do we read? അന്ത്യോക്യയിലെ സഭയിൽ In the church of Antioch, ബർന്നബാസ്, Barnabas, നീഗർ എന്ന പേരുള്ള ശിമോൻ, Simon that was called as Niger, കുറേനക്കാരനെ ലുക്യോസ്, Lucius of Cyrene, ഇടപ്രഭുവായ ഹെരോദാവോട് കൂടെ വന്ന മനായേൽ, Manon which had been brought by Herod the Tetrarch, സൗൽ Saul. എന്നീ പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരും ഉണ്ടായിരുന്നു. There were certain such prophets and teachers. ഇവർ കർത്താവിനെ ആരാധിച്ചു ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ, While they were worshipping and fasting unto ഞാൻ God, ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് I've called Paul and Barnabas for the work. അവരെ എനിക്ക് വേർതിരിപ്പീൻ എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. Holy Spirit said, set them apart for me. എന്താണ് ബർന്നബാസിനെയും പൗലോസിനെയും വിളിച്ചിരിക്കുന്ന വേല എന്ന് പറഞ്ഞിരിക്കുന്നത്? What is the work for which Paul and Barnabas were mustered? അത് അപ്പോസ്തലപ്രവൃത്തി 14-ൽ നമ്മൾ വായിക്കുമ്പോൾ, Acts of the Apostles chapter 14 verse 14. അവർ രണ്ടുപേരും അപ്പോസ്തലന്മാരാണെന്ന് പറഞ്ഞിരിക്കുന്നു. Both of them were called apostles. അങ്ങനെ അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ച് Thus they fasted and prayed, അവരുടെ മേൽ കൈവച്ചവരെ പറഞ്ഞയച്ചു. kept their hands upon them and sent them off. അപ്പോൾ പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരുമായിരുന്ന ഇവരെ They who were prophets and evangelists, പൗലോസിനെ പോലെ ബർന്നബാസിനെ പോലെ അപ്പോസ്തലന്മാരെ നിയമിക്കുകയാണ്. like Paul and Barnabas, they converted and appointed as apostles. അതുകൊണ്ട് ദൈവത്തിന്റെ സഭയിൽ അപ്പോസ്തലന്മാർ എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു മനസ്സിലാക്കിക്കൊള്ളണം. Therefore, throughout the ages, there were apostles in the New Testament Church of God. മറ്റു പലരും പലവിധമായ ദുരുപദേശങ്ങൾ പറഞ്ഞ് നിങ്ങളെ തെറ്റിക്കുവാൻ ശ്രമിക്കും. People might try to err you with erroneous doctrines. വഞ്ചിക്കപ്പെട്ടു പോകരുത്. Be not deceived. യേശുവിന്റെ 12 അപ്പോസ്തലന്മാരെ കൂടാതെ Except the 12 disciples of Christ. പൗലോസും ബർന്നബാസും തിരുവെഴുത്തിൽ പറയുന്ന അപ്പോസ്തലന്മാർ തന്നെ. Other than that, Paul and Barnabas are also the apostles. ശീലാസും തിമോഥെയോസും അപ്പോസ്തലന്മാർ തന്നെ. Silas and Timothy are also apostles. അന്ത്രോനിക്കോസും യൂനിയാവും അപ്പോസ്തലന്മാർ തന്നെ. Antiochus and Junia are also apostles. അന്ത്യോക്യ സഭയിൽ ഒരു കൂട്ടം അപ്പോസ്തലന്മാരെ നിയമിക്കുന്നത് കാണുവാൻ സാധിക്കുന്നു. Band of apostles are elected in the church of Antioch. കാരണം ദൈവത്തിന്റെ സഭ അപ്പോസ്തോലികമാണ്. Because the church of God is apostolic. ആ അപ്പോസ്തോലിക ഐക്യത്തിലാണ് സഭ വളരപ്പെടേണ്ടിയിരിക്കുന്നത്. Upon the apostolic relationship, the church of God should grow. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ ചോദിക്കും, There's a natural question. ആരാണ് ഈ അപ്പോസ്തലൻ? Who are these apostles? എന്താണ് അപ്പോസ്തലത്വത്തിന്റെ പ്രത്യേകത? What's the speciality of apostolicism? ദൈവസഭയുടെ ആദ്യത്തെ അപ്പോസ്തലൻ The first apostle of the church of God, നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവാണ്. he is Lord Jesus Christ. ദൈവസഭയുടെ ഒന്നാമത്തെ അപ്പോസ്തലൻ യേശുക്രിസ്തുവാണ്. The first apostle or the pioneer is Lord Jesus. ഇബ്രായലേഖനം 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, Hebrews chapter 3 the first verse, വിശുദ്ധ പൗലോസ് പറയാണ്, St. Paul says, നാം സ്വീകരിച്ചു പറയുന്ന what we confess, അപ്പോസ്തലൻ
അപ്പോസ്തലനും മഹാപുരോഹിതനുമായ apostle and high priest, യേശുവിനെ Jesus. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുവീൻ. Consider him carefully. ദൈവസഭയുടെ ഒന്നാമത്തെ അപ്പോസ്തലൻ യേശുവാണ്. The first apostle of the church of God is Jesus. അപ്പോസ്തലൻ എന്ന് പറയുമ്പോൾ Apostle means അയക്കപ്പെട്ടവൻ, he who is sent. ദൈവത്താൽ ഒരു പ്രത്യേക നിയോഗത്തിന് വേണ്ടി അയക്കപ്പെട്ടവൻ. A man who is sent by God for a particular purpose. പിതാവായ ദൈവത്താൽ അയക്കപ്പെട്ടവനായിരുന്നു യേശു. Jesus was sent by God the Father. യേശു യോഹന്നാന്റെ സുവിശേഷത്തിൽ Jesus in the epistle of John 17 പ്രാവശ്യം പറയുന്നു, 17 times he ഞാൻ says, എന്റെ പിതാവിനാൽ അയക്കപ്പെട്ടവനാണ്. I am sent by my Father. ഞാൻ എന്റെ ഇഷ്ടമല്ല, Not my will. എന്നെ അയച്ച പിതാവിന്റെ ഇഷ്ടമത്രേ ജീവൻ ലോകത്തിലേക്ക് വന്നിരിക്കുന്നു. I have come to the world to do the will of the Father who sent me. കർത്താവ് യേശുക്രിസ്തു ആവർത്തിച്ച് പറയുന്നു, Recurringly, perpetually Jesus says, ഞാൻ പിതാവായ ദൈവത്താൽ അയക്കപ്പെട്ടവനാണ്. I am sent by God the Father. യേശുക്രിസ്തുവാണ് ദൈവസഭയുടെ ഒന്നാമത്തെ അപ്പോസ്തലൻ. Lord Jesus Christ is the embarking apostle of the church of God. കർത്താവ് സഭയിൽ അപ്പോസ്തലന്മാരെ നിയമിച്ചിട്ടുണ്ട്. Lord Jesus Christ has appointed apostles in the church of God. ഇന്നും ദൈവത്തിന്റെ സഭയിൽ അപ്പോസ്തലന്മാരുണ്ട്. Even today in the church of God apostles do exist. അപ്പോൾ തന്നെ പലരും അപ്പോസ്തലന്മാരാണെന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട്. Meanwhile, some people claim to be apostles. 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൽ 29-ാം വാക്യത്തിൽ ചോദ്യം ചോദിക്കുന്നു. In 1 Corinthians chapter 12, the 29th verse, there is a question. എല്ലാവരും അപ്പോസ്തലന്മാരാണോ എന്ന് ചോദിക്കുന്നു. The question is, are everyone apostles? എല്ലാവരും അപ്പോസ്തലന്മാരൊന്നും അല്ല. Not all are apostles. ഇന്ന് പലരും ഞാൻ അപ്പോസ്തലനാണെന്ന് പറഞ്ഞ് നടക്കുന്നവരെ കാണുവാൻ സാധിക്കും. Today many people say, I am an apostle. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 2-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ Book of Revelation chapter 2 verse 2. എഫെസോസ് സഭയിൽ അങ്ങനെ ചില കള്ള അപ്പോസ്തലന്മാരുണ്ടായിരുന്നു. There were many fake apostles in the church of Ephesus. അവർ പരീക്ഷിച്ച് അവരെ തിരിച്ചറിഞ്ഞുവെന്നാണ് പറഞ്ഞിരിക്കുന്നത്. They tried them and discerned them out. ഇന്ന് അനേക കള്ള അപ്പോസ്തലന്മാർ പുറപ്പെട്ടിട്ടുള്ള ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. Today we subsist in the world where very lying apostles have set out. ആരാണ് സത്യ അപ്പോസ്തലൻ എന്ന് പറഞ്ഞിരിക്കുന്നത്? If so, who is a true apostle? എന്താണ് അപ്പോസ്തലത്തിന്റെ സവിശേഷത എന്ന് പറഞ്ഞിരിക്കുന്നത്? What are the qualifications of an apostle? ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കുവാൻ സാധിക്കും. There is a list for us to study. സമയ ദൗർലഭ്യം കൊണ്ട് ചില വിഷയങ്ങൾ മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാം. Because of shortage of time, let's cover quite a few points. ആദിമ നൂറ്റാണ്ടിലെ അപ്പോസ്തലന്മാർ, The apostles of the first century, അവർ തങ്ങൾക്കുള്ള സകലതും വിട്ട് കർത്താവിനെ ഗമിച്ചവരായിരുന്നു. leaving everything that they had, they followed the Lord. പത്രോസ് വല നന്നാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവനെ പിൻഗമിക്കുവാൻ യേശു വിളിച്ചു. Peter, while he was repairing his web, Jesus called him to follow him. പത്രോസ് വലയും പടകും വിട്ട് കർത്താവിന്റെ പിന്നാലെ പോയി. Leaving the boat and the net, now Peter sits behind the Lord. യേശു അന്ത്രയോസിനെ വിളിച്ച് എന്റെ പിന്നാലെ വരുവാൻ. Jesus called Andrew, come on, follow me. അന്ത്രയോസ് വല വിട്ടിട്ട് യേശുവിന്റെ പിന്നാലെ പോയി. Andrew threw away the nets and followed the Lord. സെബദി പുത്രന്മാരെ യാക്കോബും യോഹന്നാനും വല നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. Sons of Zebedee, James and John were repairing the net. എന്റെ പിന്നാലെ വരാൻ പറഞ്ഞു. Hey, come follow me. അവരും അത് വിട്ടിട്ട് കർത്താവിന്റെ പിന്നാലെ പോയി. Even they left it and followed the Lord. സകലതും വിട്ടവർ കർത്താവിനെ പിൻഗമിച്ചു. Leaving it all, they followed God. ഒരിക്കൽ കർത്താവ് ഒരാളോട് പറഞ്ഞു, Once Jesus told a man, നീ എന്നെ പിൻഗമിക്കുവാൻ. you follow me. അവൻ പറഞ്ഞു, He said, എന്റെ അപ്പനെ അടക്കിയിട്ട് വരാം. I will bury my father and I'll come back. എന്റെ അപ്പനെ കുഴിച്ചിട്ടിട്ട് വരാം. I'll bury my father and come back, Lord. യേശു മറുപടി പറഞ്ഞു, Jesus gave the reply, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ കുഴിച്ചിടട്ടെ. let the dead bury the നീ dead. എന്റെ പിന്നാലെ വരാൻ പറഞ്ഞു. You come follow me. സ്വന്തം പിതാവിന്റെ അടക്കം പോലും നടത്തേണ്ട കാര്യമില്ല, നീ എന്റെ പിന്നാലെ വരാൻ പറഞ്ഞു. Even the own funeral of your father, you don't need to conduct it. You come follow me. അവർ സകലതും വിട്ട് കർത്താവിനെ പിൻഗമിച്ചവരായിരുന്നു. They left everything and followed the Lord. അതുകൊണ്ടാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, That is why in the Gospel of St. Matthew chapter 19, അതിന്റെ 27-ാം വാക്യത്തില് verse number 27, വിശുദ്ധ പത്രോസ് പറയുകയാണ് ചെയ്യുന്നത്, St. Peter says, ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചല്ലോ. we have forsaken everything and followed you. ഞങ്ങൾക്ക് എന്ത് കിട്ടുമെന്ന് ചോദിക്കുകയാണ്. What shall we receive? ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചവരാണ്. Abandoning everything, we followed you. മർക്കോസിന്റെ സുവിശേഷം 10-ാമത്തെ 29-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, Mark's Gospel chapter 10 verse number 29, യേശു പറയുകയാണ്, Jesus says, എന്റെ നിമിത്തവും for me, സുവിശേഷ നിമിത്തവും for the gospel, വീടോ house, സഹോദരനെയോ brother, സഹോദരിയെയോ sister, അപ്പനെയോ father, അമ്മയെയോ mother, മക്കളെയോ children, വീടോ house, നിലങ്ങളെയോ land, നിങ്ങൾ വിട്ടെന്റെ പിന്നാലെ വന്നാൽ, if you leave it and follow me, ഈ ലോകത്തിൽ തന്നെ in this world, ഉപദ്രവങ്ങളോടുകൂടെ along with temptations, 100 മടങ്ങ് ഇതെല്ലാം നിനക്ക് തിരിച്ചു തരാം. 100-fold I will restitute. പ്രിയ സഹോദരി സഹോദരന്മാരെ, Dear brothers and sisters, സകലത്തെയും വിട്ട് കർത്താവിനെ പിൻഗമിക്കണം. leave it all and follow the Lord. ജഡബന്ധങ്ങളെ വിട്ട് കർത്താവിനെ
അവനെ പിൻഗമിക്കണം. Leave the fleshy relationships and follow God. പിന്നീട് വിശുദ്ധ പൗലോസിനെ വിളിക്കുന്ന വിളിയെക്കുറിച്ച് ഗലാത്യ ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട്. Then in Galatians, Paul is disclosing his calling ജാതികളോട് യേശുക്രിസ്തുവിന്റെ സുവിശേഷം അറിയിക്കുവാൻ, to express the gospel of Jesus to the Gentiles. ദൈവം പൗലോസിനെ വിളിക്കുമ്പോൾ When God calls Paul, അവൻ ജഡരക്തങ്ങളോട് അനുവാദം ചോദിച്ചില്ല എന്നാ പറഞ്ഞിരിക്കുന്നത്. he didn't seek consent with the flesh. അവൻ മാംസരക്തങ്ങളോട് അനുവാദം ചോദിക്കുവാൻ പുറപ്പെട്ടില്ല. He didn't set out to seek consent with the flesh. നേരെ അവൻ അറബിയിലേക്ക് കടന്നുപോയി സുവിശേഷം പ്രസംഗിച്ചു. Straight away he went to the Arab lands and gospelized. കാരണം സകലതും വിട്ട് കർത്താവിനെ പിൻഗമിക്കും. Because leaving it all, he followed God. കർത്താവ് തന്റെ ശിഷ്യന്മാരെ അയക്കുമ്പോൾ When the Lord sent off his disciples, അവരോട് പറയുന്നൊരു വാക്കുണ്ട്. there's a word that he tells him. യോഹന്നാന്റെ സുവിശേഷം 17-ാം വാക്യത്തില്, John's Gospel chapter 17 verse number 18. എന്റെ പിതാവ് എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ As my Father sent me to the world, ഞാനും നിങ്ങളെ ലോകത്തിലേക്ക് അയക്കുന്നു. so have I also sent you into the world. എനിക്ക് തരുവാനൊന്നുമില്ല. I've got nothing to give you. എന്റെ പിതാവ് എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാനും നിങ്ങളെ ലോകത്തിലേക്ക് അയക്കുന്നു. Like my Father sent me to the world, so do I send you. എങ്ങനെയാണ് പിതാവ് തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത്? How did the Father send his Son to this world? തിരുവെഴുത്ത് പ്രകാരം വിളിച്ചു പറയുന്നു. Word of God declares, കുറുനരികൾക്ക് കുഴിയും the foxes have got holes, ആകാശത്തിലെ പറവകൾക്ക് കൂടുമുണ്ട്, fowls in the air have got nests, മനുഷ്യപുത്രനോ തല ചായ്ക്കുവാനിടമില്ല. but the Son of Man has got no place to lay his head. അതാ ഒരു പാട്ടുകാരൻ പാടിയിട്ടുണ്ട്. That's why the singer has sung. അരക്കാശിനും മുതലില്ലാതെ തലചായ്ക്കുവാൻ സ്ഥലമില്ലാതെ വഴിയാധാര ജീവിയായി നീ പാർത്തലത്തിൽ പാർത്തല്ലോ നീ. തലചായ്ക്കുവാൻ സ്ഥലമില്ല, അരക്കാശിനും മുതലില്ലാതെ തലചായ്ക്കുവാൻ സ്ഥലമില്ലാതെ 33 കൊല്ലം പാർത്തലത്തിൽ പാർത്തല്ലോ നീ. കർത്താവ് അങ്ങനെ ജീവിച്ചത്. Jesus lived so. അവൻ മലകളിൽ അന്തി ഉറങ്ങി. He slept on the mountains. അവൻ തീരപ്രദേശങ്ങളിൽ ജീവിച്ചു. He lived on the shores. അവന് സ്വന്തമായി വീടില്ലായിരുന്നു. He didn't have an own house. അവന് സ്വന്തക്കാരവനെ കൈക്കൊണ്ടില്ല. His own didn't receive him. അരക്കാശിന് മുതലില്ലാതെ, Not a worth of penny. സ്വന്തമായി ഒന്നുമില്ലാത്തവനായി, Nothing belonging to him. കുറുനരികൾക്ക് കുഴിയും Foxes have got holes. ആകാശത്തിലെ പറവുകൾക്ക് കൂടുമുണ്ട്. And birds in the sky have got nests. തലചായ്ക്കാൻ ഇടമില്ലാതെ ക്രിസ്തു 33 വർഷം ലോകത്തിൽ ജീവിച്ചു. Christ lived in this world for 33.5 years without a place to lay his കർത്താവ് head. തന്റെ അപ്പോസ്തലന്മാരെ ശുശ്രൂഷയ്ക്ക് വേണ്ടി അയക്കുമ്പോൾ When God sent his apostles to do the ministry, അവരോട് പറഞ്ഞു വിടുന്ന ഒരു വാക്കുണ്ട്. he sent them with a word. നിങ്ങൾക്ക് വഴിയിലെ പണസഞ്ചി എടുക്കരുത്, Don't carry the bag with you. കയ്യിൽ പൊക്കണവും കരുതണ്ട, Not a purse. കാലിൽ ചെരുപ്പിടണ്ട, No shoes on your feet. വടിയും എടുക്കണ്ട, Don't take a rod. നിങ്ങൾ പൊയ്ക്കൊള്ളാൻ പറയുക. You just go. അങ്ങനെയാണ് അവരെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ആദ്യം അയക്കുന്നത്. Thus they were sent to do the service of God. അത് കഴിഞ്ഞിട്ട് വീണ്ടും കർത്താവ് രണ്ടാമതവരെ അയക്കുമ്പോൾ Again for the second time when they were sent, കർത്താവരോട് the ചോദിക്കുന്നു, Lord asked them, ഞാൻ നേരത്തെ നിങ്ങളെ അയച്ചു നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, do you remember how I sent you initially? നിങ്ങൾ പണസഞ്ചി എടുക്കാതെ, You didn't take a purse, പൊക്കണം എടുക്കാതെ, not a bag, കാലിൽ ചെരുപ്പിടാതെ not a shoe. നിങ്ങളോട് ഞാൻ പോകാൻ പറഞ്ഞല്ലോ. I asked you to go. പക്ഷെ ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ, Let me ask you a question. നിങ്ങൾക്ക് എന്തിനെങ്കിലും കുറവുണ്ടായിരുന്നോ? Did you lack anything? നിങ്ങൾക്ക് എന്തിനെങ്കിലും കുറവുണ്ടായിരുന്നു? Did you lack anything? ശിഷ്യന്മാർ പറഞ്ഞു ഒന്നിനും കുറവില്ല. Disciples said, no master, nothing. എങ്കിൽ നിങ്ങൾ കാലിൽ ചെരുപ്പിട്ട് കൊള്ളുക, Then now wear your shoes. പൊക്കണമുള്ളവൻ എടുത്തു കൊള്ളുക, Take your bags. നിങ്ങൾ പുറപ്പെട്ട സകല ജാതികളോട് സുവിശേഷം അറിയിക്കുക. Go and spread the gospel to all nations. ഇതാണ് അപ്പോസ്തലത്വം എന്ന് This പറഞ്ഞിരിക്കുന്നത്. is apostolism. നമ്മുടെ കർത്താവ് യേശുക്രിസ്തു പറഞ്ഞു, Lord Jesus said, ഒരുത്തൻ എന്നെ പിൻഗമിക്കുവാൻ if a ഇച്ഛിക്കുന്നുവെങ്കിൽ man decides to follow me, തന്നെത്താൻ ത്യജിച്ച് let him reject himself, തന്റെ ക്രൂശ് എടുത്ത് എന്നെ പിൻഗമിക്കണം. take up his cross and follow me. സ്വന്തം ജീവനെയും കൂടെ പഹിക്കണം. Let him hate his own life. വിശുദ്ധ പൗലോസ് അതുകൊണ്ടാണ് ഇപ്രകാരം പറയുന്നുണ്ട്, That's why St. Paul says, ഞാൻ എന്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല, I don't count my life dear, എന്റെ ഓട്ടവും my race, ദൈവകൃപയുടെ സുവിശേഷത്തിന് and the gospel of the grace of സാക്ഷ്യം God, to പറയേണ്ടതിന് testify. കർത്താവ് എനിക്കെന്ന ശുശ്രൂഷയെ ദഹിക്കണമെന്ന് മാത്രമേ I എനിക്കുള്ളൂ. just need to complete the ministry God has ഞങ്ങൾ ആരും given me. ഞങ്ങൾക്കായി ജീവിക്കുന്നില്ല, We don't live for ourselves. ഞങ്ങൾ ആരും ഞങ്ങൾക്കായി മരിക്കുന്നുമില്ല. We don't die for ഞങ്ങൾ ourselves. ജീവിക്കുന്നുവെങ്കിലും If we live, ഞങ്ങൾ മരിക്കുന്നുവെങ്കിലും even though we die, ഞങ്ങൾ
കർത്താവിനുള്ളവരാകുന്നു. We belong to the Lord. ഇതാണ് അപ്പോസ്തലത്വത്തിന്റെ പ്രതിഷ്ഠ എന്ന് This പറഞ്ഞിരിക്കുന്നത്. is the consecration of അവർ apostleship. സകലതും വിട്ട് കർത്താവിനെ പിൻഗമിക്കുന്നവരായിരിക്കും. Leaving everything, they should follow God. രണ്ടാമത് അവർ ലോകത്തിൽ ജീവിക്കുമ്പോൾ Secondly, as they live in this അവർ world, വിശ്വാസ ജീവിതം ചെയ്യുന്നവരായിരിക്കണം. they should do the faith life. ലോകത്തിൽ തങ്ങൾക്കുള്ളതൊക്കെയും ത്യജിച്ചിട്ട് Everything that they have, they should give up in this world. അവർ വിശ്വാസത്താൽ ജീവിക്കുന്നവരായിരിക്കും. By faith, they should live. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. My just shall live by faith. 2 കൊരിന്ത്യർ 5-ന്റെ 7 വരുമ്പോൾ 2 Corinthians chapter 5, the 7th verse, അവിടെ വിശുദ്ധ പൗലോസ് പറയുകയാണ് ചെയ്യുന്നത്, Saint Paul says, കാഴ്ചയാലല്ല not by sight, വിശ്വാസത്താൽ അത്രേ ഞങ്ങൾ ജീവിക്കുന്നത്. but by faith we live. കാണുന്നതൊക്കെയും The താൽക്കാലികമാണ്. seen is temporary. അതുകൊണ്ട് ഞങ്ങൾ വിശ്വാസത്താൽ ജീവിക്കുന്നു. Therefore we live by faith. ഈ മാർഗം ഒരു 103 വർഷം മുമ്പ് Therefore, 103 years back this way, പാസ്റ്റർ പോൾ ഈ പെന്തക്കോസ്തിന്റെ ദൗത്യം ആരംഭിക്കുമ്പോൾ when Pastor Paul began his assignment of the Pentecost, ദൈവം തന്നോട് സംസാരിച്ചു. God spoke to him. പോൾ, Paul, നീ വാസ്തവമായിട്ട് എന്നെ പിൻഗമിക്കുവാൻ ഇച്ഛിക്കുന്നുണ്ടോ? truly do you decide to follow me? നീ വാസ്തവമായി എന്നെ പിൻഗമിക്കുവാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ Truly, if you want to follow me. ആദ്യ നൂറ്റാണ്ടിൽ ഞാൻ അപ്പോസ്തലന്മാരെ എങ്ങനെ അയച്ചു, In the first century, how I sent the apostles. അതുപോലെ നിനക്കുള്ള സകലതും വിട്ട് നീ എന്നെ അനുഗമിക്കണം. Likewise, leave everything that you have and follow me. പാസ്റ്റർ പോൾ ആ വാക്ക് കേട്ടു. Pastor Paul listened to that തന്റെ word. സമ്പാദ്യം മുഴുവൻ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി നീക്കി വെച്ചു. Give all his possession for the ministry of God. ലോകത്തിലൊന്നുമില്ലാത്തവനായി With nothing in the world, ഈ വിശ്വാസ മാർഗം ആരംഭിച്ചു. he came to this way of faith and began it. അതുകൊണ്ടാണ് ഞങ്ങൾ താമസിക്കുന്ന വീടുകൾക്ക് വിശ്വാസ വീടുകൾ എന്ന് പേരിട്ടത്. That's why our residence is named as faith homes. ഞങ്ങൾ വിശ്വാസത്താൽ ജീവിക്കുന്നവരാണ്. We live by faith. ഞങ്ങൾ തങ്ങൾക്കുള്ള സകലതും വിട്ട് വിശ്വാസത്താൽ ജീവിക്കുന്നു. Leaving everything we have, we live by faith. ആകയാൽ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, Therefore, dear brothers and sisters, അപ്പോസ്തലത്വത്തിന്റെ മുഖമുദ്ര എന്ന് പറയുന്നത് the emblem of apostolism അവർ is ലോകത്തിൽ സമ്പത്തിന്റെ പിന്നാലെ ഓടുന്നവരാവരുത്. they should not hunt down the treasures of the world. അവർ വിശ്വാസ ജീവിതം ചെയ്യുന്നവരായിരിക്കും. They should administer faith അത് life. മാത്രമല്ല, Moreover, വിശുദ്ധ മത്തായി 19 അധ്യായത്തിലേക്ക് വരുമ്പോൾ when we turn to Saint Matthew chapter അവിടെ 19, കർത്താവ് യേശുക്രിസ്തു വലിയ മർമ്മം പറയുന്നുണ്ട്. Lord Jesus unveils a mystery. ഞാനൊരു വലിയ രഹസ്യം നിങ്ങളോട് പറയാം. I'm telling you a great mystery. ഈ രഹസ്യം എല്ലാവർക്കും ഗ്രഹിക്കുവാൻ സാധിക്കത്തില്ല. Not all can decipher this mystery. വരം ലഭിച്ചവർക്ക് മാത്രമേ ഇത് ഗ്രഹിക്കുവാൻ സാധിക്കത്തുള്ളൂ. Only the gifted can discern it. വരം ലഭിച്ചവർ മാത്രം ഇത് ഗ്രഹിച്ചാൽ മതി. Only the gifted ones need to comprehend it. എന്താണ് കർത്താവേ രഹസ്യം? What is the mystery said by God? ലോകത്തിൽ അമ്മയുടെ ഗർഭത്തിൽ നിന്ന് ഷണ്ഡന്മാരായി ജനിച്ച മനുഷ്യർ ലോകത്തിലുണ്ട്. There are men who are born eunuchs from the womb of the mother. മനുഷ്യരാൽ ഷണ്ഡന്മാരാക്കി തീർത്ത ഷണ്ഡന്മാരും ലോകത്തിലുണ്ട്. There are eunuchs made so by men. എന്നാൽ സ്വർഗരാജ്യ നിമിത്തം But for the sake of kingdom of heaven, സ്വയം own ഷണ്ണത്വം സ്വീകരിച്ച് those who took eunuch, വിവാഹ ജീവിതം വേണ്ട എന്ന് വെച്ച് abstain from marital life. കർത്താവിനെ പിൻഗമിക്കുന്നവരുമുണ്ട്. There are those who follow the Lord. ഇത് പറഞ്ഞിട്ട് യേശു പറഞ്ഞു, Saying so, Jesus added, ഗ്രഹിക്കുവാൻ കഴിവുള്ളവൻ ഗ്രഹിക്കട്ടെ. he that is able to understand, let him understand. ഈ മർമ്മം ഗ്രഹിക്കുവാൻ കഴിയാത്ത അനേകരിന്ന് ലോകത്തിലുണ്ട്. Today many people fail to understand this mystery. ഈ ഉന്നത വിളിയെക്കുറിച്ച് ദർശനവും വെളിപ്പാടും ഇല്ലാത്ത അനേകർ ഇന്ന് പെന്തക്കോസ്തോളത്തിലുമുണ്ട്. Even in the Pentecostal world, there are people who lack knowledge or vision about this high calling. ഇന്ന് ആധുനിക ലോകത്തിൽ അവർ പറയുന്ന ഒരു വാക്കുണ്ട്. In the modern world, they use it. TPM കൾട്ടാണ് പോലും. TPM is cult. TPM ഒരു കൾട്ടാണെന്ന്. TPM is cult, they say. എന്താണ് കൾട്ട്? What is cult? ഞങ്ങൾ വിവാഹം വിലക്കുന്നവരാണ്. We ban marriage, they say. ഞങ്ങൾ ആരുടെയും വിവാഹം വിലക്കിയിട്ടില്ല. No, we have never banned any marriage. എത്രയോ ലക്ഷക്കണക്കിന് ഞങ്ങളുടെ വിവാഹം ഞങ്ങൾ നടത്തിക്കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. Millions of marriages we solemnize. പക്ഷെ ഞങ്ങൾ എന്തുകൊണ്ട് വിവാഹം കഴിക്കുന്നില്ല? But why do we remain unmarried? ഞങ്ങൾക്ക് ദൈവം ഒരു വിശേഷമായ വരം തന്നിട്ടുണ്ട്. God has given us a special grace. ഞങ്ങളോട് ഒരു മനുഷ്യർ പോലും വിവാഹം കഴിക്കരുതെന്ന് പറഞ്ഞിട്ടില്ല. No man has forced us not to marry. പക്ഷെ ദൈവം ഞങ്ങൾക്ക് ഒരു വരം തന്നിട്ടുണ്ട്. But God has given us a gift. സ്വർഗരാജ്യ നിമിത്ത ഷണ്ഡന്മാരായി ജീവിക്കുവാൻ. Being eunuchs for the kingdom of God. ആ മർമ്മം ഞങ്ങൾക്ക് വെളിപ്പെട്ട് കിട്ടിയത് കൊണ്ടാണ് Since that mystery is revealed to us, ഞങ്ങൾ വിവാഹ ജീവനം വേണ്ട എന്ന് പറഞ്ഞ് ജീവിക്കുന്നു. we said no to married life. നമ്മുടെ അസോസിയേറ്റ് ഡെപ്യൂട്ടി ചീഫ് പാസ്റ്റർ പാസ്റ്റർ ഡോൺ, Pastor Don, late associate deputy chief pastor, സ്ഫടികം കൊണ്ട് ബിൽഡിംഗ് നിർമ്മിക്കുന്ന ഒരു ആർക്കിടെക്ചറൽ എഞ്ചിനീയർ ആയിരുന്നു താൻ. he was an architect engineer constructing buildings out of jasper. അമേരിക്കയിൽ താൻ എഞ്ചിനീയറായി ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ In US, while he was doing his profession as an engineer, തികഞ്ഞൊരു ക്രിസ്തീയ വിശ്വാസിയായിരുന്നു. he was a staunch Christian believer. ഒരു ദിവസം കർത്താവ് തന്നോട് പറഞ്ഞു, Once the Lord told him, ഡോൺ നീ വിവാഹം കഴിക്കരുത്. Don, you should not marry. ഡോൺ നീ വിവാഹം കഴിക്കരുത്. Don, stay unmarried. നീ ഷണ്ണനായി
ഷാണ്ഡന്മാരായി സ്വർഗരാജ്യ നിമിത്തം ജീവിക്കണം. As a eunuch stays so for the sake of the kingdom of heaven. അന്ന് നമ്മുടെ വേല അമേരിക്കയിൽ ആരംഭിച്ചിട്ടില്ല. The ministry in US hasn't commenced yet. ഉപദേശവുമായിട്ട് അവിടെ ആരും ചെന്നിട്ടില്ല. Nobody has approached there with this doctrine. അങ്ങനെയാണ് പാസ്റ്റർ എ.സി. തോമസ് അമേരിക്കയിലേക്ക് കടന്നില്ല. Meanwhile, Pastor A.C. Thomas landed in US. പാസ്റ്റർ ഡോണിന് ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു. Pastor Don had a catalog of doubts. ഈ സംശയങ്ങളുമായി പാസ്റ്റർ എ.സി. തോമസിന്റെ ബൈബിൾ സ്റ്റഡിക്ക് അറ്റൻഡ് ചെയ്യുന്നു. With these questions, he attended the Bible study of Pastor A.C. ഒരു ബൈബിൾ ക്ലാസ് കഴിഞ്ഞപ്പോൾ തന്നെ സംശയങ്ങളെല്ലാം ദൂരീകരിക്കപ്പെട്ടു. One Bible class done and its doubts are cleared. എന്തുകൊണ്ടാണ് തന്നോട് ദൈവം വിവാഹം കഴിക്കരുതെന്ന് പറഞ്ഞതിന്റെ അർത്ഥം തനിക്ക് പിടികിട്ടി. He got the meaning why God asked him to stay unmarried. അതാണ് സ്വർഗരാജ്യ നിമിത്തം തങ്ങളെ തന്നെ ഷണ്ഡന്മാരാക്കി തീർത്ത ഷണ്ഡന്മാർ. Those are the eunuchs who reckon themselves as eunuchs for the sake of the kingdom of heaven. ആദിമ നൂറ്റാണ്ടിലെ അപ്പോസ്തലന്മാരെ കുറിച്ച് പറയുമ്പോൾ About the apostles of the first century, വിശുദ്ധ പത്രോസ് അപ്പോസ്തോലിക ശുശ്രൂഷയ്ക്ക് വേണ്ടി തെരഞ്ഞെടുക്കുമ്പോൾ Apostle Peter, when he was elected for the apostolic duty, അവനൊരു കുടുംബ ജീവിതം ചെയ്യുന്നവനായിരുന്നു. he was doing a marital life. ആ കുടുംബത്തോട് കൂടെ തന്നെ താൻ ജീവിച്ചു എന്നാണ് കാണുവാൻ സാധിക്കുന്നത്. With his family, he lived so we എന്നാൽ read. ബാക്കി യേശുവിന്റെ അപ്പോസ്തലന്മാർ ആരും വിവാഹം ചെയ്തതിന് ചരിത്രപരമായി യാതൊരു രേഖകളും കാണുവാൻ സാധിക്കത്തില്ല. But there are no historical evidences that the other 11 were married. തോമസ് ലീഹ ഇന്ത്യയിലേക്ക് വന്നല്ലോ. Thomas came to India. തോമസ് ലീഹയുടെ ഭാര്യയും കൊണ്ട് വന്നായിട്ട് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കുന്നില്ല. History doesn't bear record that he came here with his wife. അപ്പോസ്തലന്മാരുടെ മിഷണറി യാത്രകളിൽ ഭാര്യമാരെ കൂടെ കൊണ്ടുപോയതായി കാണുവാൻ സാധിക്കുന്നില്ല. In the missionary journeys of the apostles, we do not come across context of taking their wives along with അവർ them. ദൈവരാജ്യ നിമിത്തം തങ്ങളെ തന്നെ ഷണ്ഡന്മാരായി പ്രതിഷ്ഠിച്ചുകൊണ്ട് They consecrated themselves as eunuchs for the sake of the kingdom of heaven. അവർ അപ്പോസ്തോലിക ശുശ്രൂഷ നിവർത്തിക്കുകയായിരുന്നു. They accomplished the apostolic ministry. ഇന്ന് ഒരു പുതിയ ഉപദേശമായിട്ട് അല്ല ഒരു പുതിയ സിദ്ധാന്തം പ്രചരിപ്പിക്കുന്നത് Today, a latest theory is propagated. ഒരു സഭയുടെ ശുശ്രൂഷകൻ നിർബന്ധമായിട്ട് വിവാഹം കഴിച്ചവനായിരിക്കും. Surely, a servant or the leader worker of a church should be married. വിവാഹം കഴിക്കാതിരിക്കുന്നതിനെ കുറിച്ച് പറയുന്നത് About not getting married, it said, അവർ വിവാഹം വിലക്കുന്നവരാ. they're the ones who ban marriage. അത് കൾട്ടാണ്. Oh, that's cult. മറ്റ് പെന്തക്കോസ്ത് സഭകളിൽ ഒരുപാട് പേര് ഞങ്ങൾ ഇതിനെ ആക്ഷേപിക്കുന്നുണ്ട്. A lot of other Pentecostal denominations claim so and they shame us. ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ്. I think about this in this context. പെന്തക്കോസ്ത് കോളത്തിൽ അറിയപ്പെടുന്ന ഒരു മനുഷ്യൻ, A renowned man in the Pentecostal world, അനേകർ ആരാധിക്കുന്ന IPCയുടെ സീനിയർ പാസ്റ്റർ കെ.സി. ജോൺ, Pastor K.C. John, the senior pastor of IPC, who many admire. അനേകർ ബഹുമാനിക്കുന്ന ഒരു സീനിയർ പാസ്റ്റർ കെ.സി. ജോൺ, A senior pastor, Pastor K.C. John, who many give honor. തികഞ്ഞ ഒരു ദൈവഭക്തൻ. He was a staunch child of ഒരിക്കൽ God. തിരുവല്ല സെൻട്രൽ ഫെയ്ത്ത് ഹോമിലെ Once in Thiruvalla Center Faith Home, ഒരു സുവിശേഷ വേലക്കാരന്റെ അടക്ക ശുശ്രൂഷയ്ക്ക് താൻ പങ്കെടുത്തു. in the funeral service of a worker, he participated. പാസ്റ്റർ കെ.സി. ജോൺ പറഞ്ഞ സാക്ഷി ഇപ്പോഴും എന്റെ മനസ്സിൽ കിടപ്പുണ്ട്. The testimony of Pastor K.C. John is still fresh in my memory. കെ.സി. ജോൺ എന്താണ് പറഞ്ഞതെന്നറിയാമോ? You know the words of K.C. John? എനിക്ക് TPM സുവിശേഷ വേലക്കാരെ സഹോദരന്മാരെ കുറിച്ച് വലിയ കരുതലാണ്. I've got great care about the workers of God in TPM. അവർ തങ്ങൾക്കുള്ളതെല്ലാം വിട്ട് കർത്താവിനെ പിൻഗമിക്കുന്നവരാണ്. They left everything that they had and they follow Lord. സ്വന്തം ജീവിതവും കൂടെ കർത്താവിന് വേണ്ടി സമർപ്പിച്ച് ത്യാഗ ജീവിതം ചെയ്യുന്നു. Even their own life they surrender for God and they do a life of എനിക്ക് അവരോട് sacrifice. അങ്ങേയറ്റ സ്നേഹവും ബഹുമാനമുണ്ട്. I've got great respect and love for them. ഇതാണ് സഭയുടെ നേതൃത്വത്തിലുള്ളവർ പറഞ്ഞിരിക്കുന്നത്. This is the comment made by the leadership of the church. ഇന്ന് കൾട്ടുകളെന്ന് ആക്ഷേപിക്കുന്നവരുടെ പിതാക്കന്മാരുടെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ Today, if you take the history of the forefathers who claim us to be cult, പാസ്റ്റർ പോളാണ് അവരിൽ പലരെയും പാസ്റ്ററായിട്ട് ഓർഡിനേഷൻ ചെയ്യുന്നത് കാണുവാൻ സാധിക്കുന്നു. Pastor Paul was the person who ordained many of them as pastors. പാസ്റ്റർ പോളാണ് അവർക്ക് പലർക്ക് സ്നാനം കൊടുത്തതെന്നും കാണുവാൻ സാധിക്കുന്നുണ്ട്. It is Pastor Paul who baptized many of those pastors. പക്ഷെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട മറ്റൊരു സത്യമുണ്ട്. But that is the truth that we should know. ആദിമ നൂറ്റാണ്ടിൽ അപ്പോസ്തോലിക കാലഘട്ടത്തിലെ During the days of the apostles in the first century, നീറോ ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ അപ്പോസ്തലന്മാർ രക്തസാക്ഷികളായി തീർന്നു. the days of Emperor Nero, martyrs died. സഭകൾ എണ്ണത്തിൽ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. The church was on the rise. ശിഷ്യന്മാർ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. Apostles mounted up. സഭകളെ നടത്തിക്കൊണ്ടു പോകുവാൻ അപ്പോസ്തലന്മാരില്ല. A shortage of apostles to run the ഈ church. സന്ദർഭത്തിൽ എന്താണ് ചെയ്യുന്നത്? Meanwhile, what was the action? പൗലോസും ബർന്നബാസും ചേർന്ന് Paul and Barnabas together, സഭയിൽ മൂപ്പന്മാരെ നിയമിക്കുവാൻ തീരുമാനിച്ചു. they appointed elders in the church. അങ്ങനെ ഒന്നാമത്തെ നൂറ്റാണ്ടില് In the first century, സഭയിൽ 3 വിധത്തിലുള്ളതായ ഉദ്യോഗസ്ഥന്മാരെ പൗലോസും ബർന്നബാസും ചേർന്ന് നിയോഗിച്ചു. 3 officers were appointed in the church by Paul and Barnabas. അപ്പോസ്തലപ്രവൃത്തി 14:23 നമുക്കത് കാണുവാനായിട്ട് സാധിക്കുന്നു.
വായിക്കുന്നുണ്ട്. In Acts of the Apostles chapter 14 verse number 23 we come across it. ഒന്നാമത്തേത് പ്രസ്ബിറ്റോറസ് ആണ്. The first one is presbyteros. പ്രസ്ബിറ്റോറസ് എന്ന് വെച്ചാൽ മൂപ്പന്മാർ എന്നാണ് അതിന്റെ അർത്ഥം. Presbyteros means elders. ഒരു പ്രസ്ബിറ്റർ എന്ന് പറയുമ്പോൾ A presbyter means അവൻ വയസ്സിൽ മുതിർന്നവനായിരിക്കണം. he should be old in age. അവൻ അനുഭവത്തിൽ മുതിർന്നവനായിരിക്കണം. He should be an expert in experience. അങ്ങനെ മുതിർന്നവരെ മൂപ്പന്മാർ അഥവാ പ്രസ്ബിറ്റോറസ് ആയിട്ട് നിയമിച്ചു. That's the well matured ones were called as elders. രണ്ട് എപ്പിസ്കോപ്പസുകളെ നിയമിച്ചു. Secondly, episcopus. അതാണ് അധ്യക്ഷന്മാരെന്ന് പറഞ്ഞിരിക്കുന്നത്. Those are the ones who were called as. മൂന്നാമത് ഡീക്കണസിനെ നിയമിക്കുകയുണ്ടായി. Secondly, bishops and thirdly, deacons. അതാണ് സഭയുടെ ശുശ്രൂഷകന്മാരെന്ന് പറയുന്നത്. Those are the workers of God. ഈ മൂന്ന് വിധത്തിലുള്ളവരെ നിയമിച്ചു. Three groups were appointed. ഒന്ന് പ്രസ്ബിറ്റോറസുകളെ നിയമിച്ചു. First of all, presbyteros, എപ്പിസ്കോപ്പുകളെ നിയമിച്ചു. episcopus, ഡീക്കന്മാരെ നിയമിച്ചു. and deacons. ഇത് അവിടെ സഭയുടെ ആ കാലഘട്ടത്തിലെ നിലനിൽപ്പിന് വേണ്ടി. This was for the existence of the church in those days. ഇന്ന് നമ്മൾ ആ പ്രവൃത്തി ചെയ്യുന്നുണ്ട്. Today we too continue this work. എല്ലായിടത്തും പ്രതിഷ്ഠിക്കപ്പെട്ട അപ്പോസ്തലന്മാർക്ക് കടന്നു പോകുവാൻ കഴിയാത്ത സ്ഥലങ്ങളില് There are places where the apostles who are consecrated cannot visit. ദൈവിക വ്യവസ്ഥ പ്രകാരം ജീവിക്കുന്ന മൂപ്പന്മാരെ Based on the counsel of God, the elders who live so, സഭയുടെ ശുശ്രൂഷ നടത്തുവാൻ നമ്മൾ നിയമിക്കുന്നുണ്ട്. they are appointed to lead the services in those churches. അതും ആദിമ നൂറ്റാണ്ടിൽ ചെയ്തു പോന്നിരുന്നു. That was a practice that was done in the first century അത് too. സഭയുടെ ഒരു താൽക്കാലികമായ ആ കാലഘട്ടത്തിലെ ഭരണക്രമമെന്ന് മാത്രമേ ഉള്ളൂ. That was the transitory governing system of the church then. എന്നാൽ ദൈവം സഭയിൽ നിയമിച്ച ഉദ്യോഗസ്ഥന്മാരിൽ അധ്യക്ഷന്മാരെ കാണുവാൻ സാധിക്കുന്നില്ല. But we don't come across bishops among those who are appointed by God in the church. ഒരാൾ അപ്പോസ്തലനായി തീരണമെന്നുണ്ടെങ്കിൽ One to become apostle, ദൈവത്തിന്റെ വിളി അനുസരിച്ചെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ. he cannot but obey the call of God. എന്നാൽ ഒരാൾ അധ്യക്ഷനായി തീരണമെന്നുണ്ടെങ്കിൽ But for one to become a bishop, അതവന്റെ വ്യക്തിപരമായ താല്പര്യമാകുന്നു. that's his personal interest. അതാ വിശുദ്ധ പൗലോസ് പറയുന്നത്, That's why St. Paul says, ഒരുത്തൻ അധ്യക്ഷ സ്ഥാനം കാക്ഷിക്കുന്നുവെങ്കിൽ if one is craving for the post of a നല്ല bishop, കാര്യമാണ് അവൻ ആഗ്രഹിക്കുന്നത്. it's a good desire. പക്ഷെ അവൻ 22 യോഗ്യതകൾ ഉണ്ടായിരിക്കും. But there should be 22 അവന്റെ qualifications. വ്യക്തിപരമായ ജീവിതത്തില് In his personal life, അവൻ ഒരു അപവാദവും ഇല്ലാത്തവനായിരിക്കണം. he should not be slanderous. രണ്ട്, അവൻ നിർമ്മതൻ അഥവാ ശുദ്ധനായിരിക്കണം. Secondly, he should be pure or holy. മൂന്നാമത്, അവൻ ഇന്ദ്രിയ ജയമുള്ളവനായിരിക്കണം. Thirdly, he should have victory over his senses. നാലാമത്, അവൻ സുശീലനായിരിക്കണം. Fourthly, he should have good practice. അഞ്ചാമത്, അവൻ ശാന്തനായിരിക്കണം. Fifthly, he should be calm and silent. അവന്റെ ധാർമ്മിക ജീവിതത്തില് In his moral life, അവൻ മദ്യപിക്കുന്നവരാവരുത്. he should not drink. അവൻ തല്ലുണ്ടാക്കുന്നവനാവരുത്. He should not create strife. അവൻ ദ്രവ്യാഗ്രഹിയായി പണത്തിന്റെ പിന്നാലെ ഓടുന്നവനാവരുത്. He should not chase money being covetous. അവൻ കലഹിക്കുന്നവനാവരുത്. He should not create clamor. അവൻ ദുർലാഭമോഹിയാവരുത്. He should not seek wild possessions. അവൻ തന്നിഷ്ടക്കാരനാവരുത്. He should not be self-centered in his interest. അവന്റെ കുടുംബ ജീവിതത്തില് In his family life, ഒരു ഭാര്യയോട് കൂടെ മാത്രം he ജീവിക്കുന്നവനായിരിക്കണം. should just live with one wife. സ്വന്തം കുടുംബത്തെ നന്നായി He ഭരിക്കുന്നവനായിരിക്കണം. should rule his own family well. അവന്റെ മക്കളെല്ലാവരും വിശ്വാസികളായിരിക്കണം. All his children should be believers. അവൻ അതിഥികളെ He സൽക്കരിക്കുന്നവനായിരിക്കണം. should treat the guests. അവൻ പുറത്തുള്ളവരോട് നല്ല സാക്ഷ്യം പ്രാപിച്ചവനായിരിക്കണം. He should win a good conscience and good testimony with others. അവന്റെ ആത്മീക ജീവിതത്തില് In his spiritual life, അവൻ സൽഗുണപ്രിയനായിരിക്കണം. he should long for good deeds. അവനൊരു പുതിയ ശിഷ്യനായിരിക്കരുത്. He should be not be a new disciple. അവനൊരു നീതിമാനായിരിക്കണം. He should be a righteous അവനൊരു one. He നിർമ്മലനായിരിക്കണം. should be pure. അവനൊരു വിശ്വാസ ജീവിതം ചെയ്യുന്നവനായിരിക്കണം. He should do faith life. അവൻ ഉപദേശിക്കുവാൻ സമർത്ഥനായിരിക്കണം. He should be good to ഈ advise. 22 യോഗ്യത ഉണ്ടെങ്കിൽ If you have 22 qualifications, അവരെ ആദ്യം പരീക്ഷിച്ച് നോക്കണം. they should be tried first. അവർ അനിലരായി കാണുന്നുവെങ്കിൽ If they are unchanging, അവരെ നിയമിക്കുവാനാകുന്നു പറഞ്ഞിരിക്കുന്നത്. appoint them, the permission is ഇത് given. സഭയുടെ അധ്യക്ഷന്മാർ, These are the bishops of the church, അല്ലെങ്കിൽ സഭയുടെ മൂപ്പന്മാർ. and the other ones are elders of the പക്ഷെ ഇവരെ church. നിയമിച്ചു വെക്കുന്നത് But they are appointed. അപ്പോസ്തലന്മാരായിരുന്നു ഇവരെ നിയമിച്ചു വെച്ചിരുന്നത്. Apostles appointed these അത് people സഭയുടെ ഭരണക്രമത്തിന് വേണ്ടി ചെയ്ത വ്യവസ്ഥയാണ്. for the order of the regional churches. This was made. ഇന്ന് എന്താണ് സംഭവിച്ചിരിക്കുന്നത്? What just happened today? നിയമിച്ചു വെച്ച അപ്പോസ്തലന്മാരെ അങ്ങ് തള്ളിക്കളഞ്ഞിരിക്കുക ചെയ്യുന്നത്. The appointed apostles are cast away. ഇന്ന് അധ്യക്ഷനെ കുറിച്ച് മാത്രം അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. Talk about only bishops. പ്രിയ സഹോദരങ്ങളെ, വഞ്ചിക്കപ്പെട്ടു പോകരുത്. Dear brethren, be not deceived. നമുക്ക് നമ്മുടെ ഉപദേശത്തെ കുറിച്ച് വ്യക്തമായ നിശ്ചയമുണ്ടായിരിക്കണം. We should have an assurance about our doctrine. ആരും നിങ്ങളെ ചതിക്കരുത്. Nobody should cheat you. ആരും നിങ്ങളെ വഞ്ചിക്കുവാൻ ഇടയാവരുത്. Nobody should deceive you. ദൈവസഭയുടെ അടിസ്ഥാന അപ്പോസ്തലത്വമാകുന്നു. The foundation of the church of God is apostolism. ദൈവം എന്തിനു വേണ്ടിയാണ് ഈ പ്രതിഷ്ഠയുള്ള അപ്പോസ്തലന്മാരെ നിയമിച്ചത്? What for did God appoint these consecrated apostles? സഭയെ വളർത്തിയെടുക്കുവാൻ വേണ്ടി.
വേണ്ടി, to grow up the church, കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുക്കുവാൻ വേണ്ടി, to prepare them for the coming of the ഒരു Lord, തികഞ്ഞ ദൈവസഭയെ ഉരുവാക്കിയെടുക്കുവാൻ വേണ്ടി. to form a perfect church of അതാ God. കൊലോസ്യ ലേഖനം 1:28 വാക്യത്തില് Colossians 1:28, വിശുദ്ധ പൗലോസ് വിളിച്ചു പറയുകയാണ്, Paul says, അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ we preach him ഏത് മനുഷ്യനെ ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി നിർത്തണം. to present any man perfect in Christ Jesus. അതിനുവേണ്ടി ഞങ്ങൾ പോരാടിക്കൊണ്ട് അധ്വാനിക്കുകയാണ്. We strive and labor for the ഞങ്ങളുടെ same. ജീവിതത്തിൽ ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. This is one goal in our life. കർത്താവിന്റെ വരവെങ്കിൽ ഒരു പരിശുദ്ധ സഭ എടുക്കപ്പെടണം. A holy church should be raptured in the coming. ഒരു കൂട്ടം ജനം കർത്താവിന്റെ വരവിൽ പോകുവാൻ യോഗ്യതയുള്ളവരായി തീരണം. A group of church should be found worthy to be taken in the coming of the Lord. അതുതന്നെയാണ് എഫേസ്യ ലേഖനത്തിൽ നമുക്ക് കാണുവാൻ In സാധിക്കുന്നത്. Ephesians we see the same ഈ thing. 5 വിധമായ ഉദ്യോഗസ്ഥന്മാരെ സഭയിൽ നിയമിച്ചിട്ട് 5 officers are appointed in the church. വിശുദ്ധ പൗലോസ് പറയുകയാണ് ചെയ്യുന്നത്, Paul says, അത് എന്തിനു വേണ്ടിയാണ് നിയമിച്ചത്? what for the appointed? ഒന്ന് വിശ്വാസത്തിൽ വളർച്ച പ്രാപിക്കുവാൻ, One, to grow in faith, ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളർച്ച പ്രാപിക്കുവാൻ, grow in the understanding of the Son of God, തികഞ്ഞ പുരുഷത്വമുള്ളവരാക്കി തീർക്കുവാൻ, to attain perfect manhood, ക്രിസ്തുവിന്റെ സമ്പൂർണ്ണ പ്രായത്തിന്റെ അളവിലുള്ളവരെ എത്തിക്കുവാൻ, to reach the perfection of the growth of Christ, ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീയ വർധനവിന് വേണ്ടി, for the edification of the members of the body of Christ. വേണ്ടിയാണ് സഭയിൽ അപ്പോസ്തലന്മാരെ നിയമിച്ചു വെച്ചിരിക്കുന്നത്. For that apostles are appointed in the church. ആദ്യ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, Therefore, my dear brothers and sisters, നമ്മൾ ഹെബ്രോണിലേക്ക് കടന്നു വരേണ്ടിയിരിക്കുന്നു. we should arrive at Hebron. എന്താണ് ഹെബ്രോൺ എന്ന് പറയുന്നത്? What do you mean by Hebron? അത് കൂട്ടായ്മയുടെ ബന്ധത്തെ വെളിപ്പെടുത്തി കാണിക്കുകയാണ്. That shows the fellowship and the bonding. നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ When we live in this world, നമ്മളൊരു അപ്പോസ്തോലിക കൂട്ടായ്മയുടെ ഐക്യത്തിൽ ജീവിക്കുന്നവരായിരിക്കണം. we should live in the fellowship of the apostolic congregation. ഇനി അബ്രഹാമിന്റെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നത്? Then what happens in the life of ഈ Abraham? ഹെബ്രോണിൽ മക്പേല എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. There's a place called Machpelah in അവിടെയാണ് Hebron. അബ്രഹാം അവസാനം പ്രാപിക്കുന്നത്. There Abraham breathes his last. അതിനു മുമ്പ് അബ്രഹാം കടന്നുപോയ 2 സ്ഥലങ്ങളുണ്ട്. 2 more places Abraham visited before it. വിസ്തരിക്കുവാൻ സമയമില്ലാത്തതിനാൽ അവസാനിപ്പിക്കുകയാണ്. Time is short to describe, let me conclude. ഉൽപ്പത്തി 20:1 വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ In Genesis 21, അവൻ ഗരാറിലേക്ക് കടന്നുപോയി. he went to Gerar. എന്താണ് ഗരാർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം? What do you mean by Gerar? അതിന്റെ അർത്ഥം മതിലുകൾ എന്നാണ് അതിന്റെ അർത്ഥം. The meaning is walls. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ മതിലുകൾ There ഉണ്ടായിരിക്കും. should be hedges in a spiritual life. ഈ മതിൽ എന്ന് പറയുമ്പോൾ Hedge means അത് ദൈവിക പ്രമാണങ്ങളെ വെളിപ്പെടുത്തി കാണിക്കുന്നു. indicates the law of God. തിരുവെടുത്ത് വിളിച്ചു പറയുകയാണ്, Word of God says, മതിൽ പൊളിക്കുന്നവനെ പാമ്പ് കടിക്കും. he that destroys the wall, the snake will bite him. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ വ്യക്തമായ ഒരു പ്രമാണം ഉണ്ടായിരിക്കണം. There should be a clear law in a spiritual life. ദൈവസഭയ്ക്ക് വ്യക്തമായ ഉപദേശങ്ങൾ ദൈവം തന്നിട്ടുണ്ട്. God has given clear teachings to the church of God. ഒന്നാമത് ദൈവത്തിലുള്ള വിശ്വാസം, First of all, the faith in God. 2 മാനസാന്തരത്തിന്റെ ഉപദേശം, Secondly, doctrine of repentance. 3 ജലസ്നാനത്തിന്റെ ഉപദേശം, Thirdly, gospel of water 4 baptism. ദൈവിക രോഗശാന്തിയുടെ ഉപദേശം, Fourthly, doctrine of divine healing. 5 പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന്റെ ഉപദേശം, Doctrine of anointing of the Holy Ghost. 6 വേർപാട് ജീവിതത്തിന്റെ ഉപദേശം, Doctrine of separated life. സമ്പൂർണ്ണ വിശദീകരണത്തിന്റെ ഉപദേശം, Doctrine of complete holiness. ജയജീവിതത്തിന്റെ ഉപദേശം, Doctrine of overcoming life. ഇതെല്ലാം ദൈവസഭയുടെ മതിലുകളാകുന്നു. All these are walls of the church of God. നമ്മൾ ഈ ഗരാറിൽ പാർക്കുന്നവരായി തീരണം. We should dwell in Gerar. വ്യക്തമായൊരു പ്രമാണം നമുക്കുണ്ടായിരിക്കണം. We have a clear law. ദൈവത്തിലുള്ള വിശ്വാസം നമുക്കുണ്ടായിരിക്കണം. We should have faith in God. ദൈവസഭയിൽ ഓരോ വിശ്വാസിയും മാനസാന്തരപ്പെട്ടവരായിരിക്കണം. Every believer in the church of God should be repented. ദൈവിക വ്യവസ്ഥ പ്രകാരം ജലസ്നാനം സ്വീകരിച്ചവരായിരിക്കണം. Based on the law of God, they should be അവർ baptized. കാത്തിരുന്ന് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരായിരിക്കണം. They should tarry and receive the Holy ഈ Ghost. ലോകത്തിൽ വേർപാടിന്റെ ജീവിതം ചെയ്യുന്നവരായിരിക്കണം. They should do a separated life in this world. തിരുവെഴുത്ത് പ്രകാരം വിളിച്ചു പറയുന്നു, Word of God says നിങ്ങൾ so. അവിടെ ഇടയിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിക്കുവീൻ. Set out, set apart from them. അശുദ്ധമായതൊന്നും നിങ്ങൾ തുടരുത്. Touch nothing which is unclean. നിങ്ങൾ കർത്താവിന്റെ വരവിൽ പോകുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ You long to go in the coming of the Lord? നിങ്ങൾക്കൊരു സമ്പൂർണ്ണ വിശുദ്ധീകരണം ഉണ്ടായിരിക്കണം. You need perfect sanctification. സമാധാനത്തിന്റെ ദൈവമോ God of peace. നിങ്ങളെ മുഴുവനുമായി ശുദ്ധീകരിക്കട്ടെ. Let him sanctify you wholly. നിങ്ങളുടെ ശരീരത്തിലോ, Your body, നിങ്ങളുടെ ആത്മാവിലോ, your soul, നിങ്ങളുടെ ദേഹിയിലോ your spirit. നിങ്ങൾ വിശുദ്ധരായി കാണപ്പെടണം. You should be holy. അത് മാത്രവുമല്ല, Moreover, ജയിക്കുന്നവൻ സകലം അവകാശമാക്കി തീർക്കും. you overcome and inherit everything. ജയിക്കുന്നവർക്ക് സിംഹാസനത്തിൽ പോകുവാൻ സാധിക്കത്തുള്ളൂ. Only the overcomer can ascend the അതുകൊണ്ട് throne. ദൈവത്തിന്റെ പൈതൽ Therefore, a child of ഈ God, ലോകത്തിൽ ജീവിക്കുമ്പോൾ when he lives in this അവൻ world, ജയജീവിതം ചെയ്യുന്നവനായിരിക്കണം. he should do a victorious life. പാപത്തിന്റെ ശക്തിയെ ജയിക്കണം. He should overcome the power of sin, ലോകത്തിന്റെ ഇമ്പങ്ങളെ ജയിക്കണം. the power
of the lust of the world. ജഡത്തിന്റെ പോരാട്ടങ്ങളെ ജയിക്കണം. Powers of the fight of the flesh. പിശാചിന്റെ അധികാരങ്ങളെ ജയിക്കണം. Win the authority of the devil. മരണത്തിന്റെ ശക്തിയെ ജയിക്കണം. Outdo power of death. ജയം പ്രാപിച്ച ആൺകുട്ടി സിംഹാസനത്തിലേക്ക് എടുക്കപ്പെടും. Oh, the victorious man shall be taken to the throne. ഗരാറിൽ പാർക്കുന്നവരായി തിരുവീൻ. Therefore stay in Gerar. ഒരു മതിൽ നമുക്കുണ്ടാവണം. You should have a wall. അടുത്തതായി അബ്രഹാം കടന്നു പോകുന്നത് Next Abraham goes. ഉൽപ്പത്തി 21:32 വരുമ്പോൾ Genesis 22:32. ബർശബയിലേക്ക് കടന്നു പോകുകയാണ്. He goes to Beersheba. എന്താണ് ബർശബ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം? What do you mean by Beersheba? അത് ഉടമ്പടിയുടെ കിണർ ഉറവ എന്നാണ് അർത്ഥം. That's the well or the spring of covenant. ഒരു ഉടമ്പടിയുടെ ഉറവ നമുക്കുണ്ടായിരിക്കണം. We should have a fountain of covenant. എന്താണ് ഉടമ്പടിയുടെ ഉറവ എന്ന് പറഞ്ഞിരിക്കുന്നത്? What do you mean by the spring of covenant? തന്റെ സ്വന്തം ജനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി, For the redemption of his own people. തന്റെ അവകാശത്തിന്റെ ആചാരമായ The emblem of his body. വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനാൽ The promise of the Holy Spirit. അവൻ നമ്മെ മുദ്രയിട്ടിരിക്കുന്നു. He has sealed us. പരിശുദ്ധാത്മാവ് ഉടമ്പടിയുടെ ഉറവയാകുന്നു. Holy Spirit is a spring of covenant. എന്താണ് ആ ഉടമ്പടിയിൽ പറഞ്ഞിരിക്കുന്നത്? What is said in this covenant? ഇന്നെന്ന പോലെ ദിവസം കർത്താവ് യേശുക്രിസ്തു മടങ്ങി വരുമ്പോൾ, One day like this day when Christ returns, ഞാൻ നിങ്ങളെ വീണ്ടെടുത്ത് സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോകണം. I will redeem you and gather you beyond the blue. സഹോദരി സഹോദരന്മാരെ, Dear brothers and sisters, പരിശുദ്ധാത്മാവിന്റെ ഉടമ്പടി നമുക്കുണ്ടാവട്ടെ. we should have the covenant of the Holy ആ Spirit. ഉറവയിലേക്ക് നമുക്ക് കടന്നു വരാം. Oh, let's come to the ഞാൻ ഈ spring. ദൂത് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. I'm going to put the period to my message. അവസാനമായിട്ട് Finally, ഈ യോഗത്തിന്റെ സമാപന രാത്രിയാണല്ലോ, the final night of our meeting, ഉത്സവത്തിന്റെ മഹാദിനമായി ഒടുക്കത്തെ നാളില് the final night of the feast. യേശു നിന്നുകൊണ്ട് പറഞ്ഞു, Jesus said, ദാഹിക്കുന്നവരെല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. let them, those who thirst, come unto me and drink. വിശ്വസിക്കുന്നവന്റെ ഉള്ളിലുണ്ടോ? Out of the belly of those who believe. തിരുവെടുത്ത് പറയുന്നത് പോലെ Like the scriptures say, ജീവജലത്തിന് നദികൾ ഒഴുകുവാനിടയായി തീരും. waters of living water shall flow. ഇന്ന് രാത്രി എത്ര പേര് ആഗ്രഹിക്കുന്നു How many of you long ആ tonight? ഉറവ എന്നിലൂടെ ഒഴുകണം കർത്താവേ. Lord, cause that river to flow through me. ആത്മനദി എന്നിലൂടെ ഒഴുകണം കർത്താവേ. May that spirit river flow through me, ആ Lord. പരിശുദ്ധാത്മാവിന്റെ ഉറവ നിന്നിലൂടെ ഒഴുകിക്കഴിഞ്ഞാൽ Once the river of the Holy Spirit flows through you, അത് ബേർശബയാണ്. that is Beersheba. അത് ഉടമ്പടിയുടെ ഉറവയാണ്. That is the well of covenant. എന്താണ് ദൈവം നിന്നോട് ചെയ്യുന്ന ഉടമ്പടി? What does the covenant that God does to you? ഇതുപോലെ ദിവസം യേശു മടങ്ങി വരും. Like this day, Jesus shall ആ return. മടങ്ങി വരുമെങ്കിൽ That is coming. ഞാൻ നിന്നെ ചേർത്തുകൊള്ളാം. I will take you. അവകാശത്തിന്റെ അച്ചാരമാണ് പരിശുദ്ധാത്മാവ്. The emblem of that inheritance is the Holy Spirit. നമുക്ക് നമ്മുടെ കണ്ണുകളെ Let's അടയ്ക്കാം. close our നമ്മുടെ eyes. കാലുകളെ മടക്കാം. On the knees. ഇന്ന് രാത്രി ദൈവസ്ഥനെ വിട്ടു പോകുമ്പോൾ Today, as you quit the presence of ആ God, ബർശബയുടെ അനുഭവത്തിലേക്ക് നമ്മൾ കടന്നു വന്ന് മടങ്ങിപ്പോകും. you should return to Beersheba and go back. ബർശബയിൽ നിന്ന് മക്ബേലയിലേക്ക് അബ്രഹാം കടന്നു പോവുകയാണ്. From Beersheba, he walks to Machpelah. വൃദ്ധനും കാലസമ്പൂർണനുമായി താൻ മരിച്ചു. Fully grown man, old in age, he died. മക്ബേല കൂടെ ഗുഹയിൽ തന്നെ അടക്കം In പ്രാപിച്ചു. the cave of Machpelah, he was ഇന്ന് രാത്രി buried. നമുക്കൊരു പ്രത്യാശ ഉണ്ടാവട്ടെ. Oh, tonight, let's have a hope. നമ്മുടെ കർത്താവ് യേശു മടങ്ങി വരും. Lord Jesus shall return. കർത്താവിന്റെ വരവിനോട് നമ്മൾ അടുത്തിരിക്കണം. We've drawn to the words of the coming of the Lord. നമുക്ക് കർത്താവിന്റെ വരവെങ്കിൽ Let എടുക്കപ്പെടണം. us be taken in the coming of the Lord. എത്ര ദൈവമക്കൾ അതിനു വേണ്ടി ആഗ്രഹിക്കും? How many people of God desire? ആഗ്രഹിക്കുന്ന ദൈവമക്കൾ മുഴങ്കാലുകളിൽ ഇരുന്നാട്ടെ. Those who desire, please kneel ഇന്ന് ഇതിന്റെ down. അവസാന രാത്രിയാണ്. Tonight is the final നമുക്ക് night. എല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് Let's നിൽക്കാം. all rise. ഒരു നിമിഷം എല്ലാവരും എഴുന്നേറ്റ് One moment, please stand ആ up. ഉറവയിൽ നിന്ന് കുടിച്ചിട്ട് പോകണം. Drink from that river. ഒരു വാക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. One word, pray unto God. കർത്താവേ, ഉറവ എന്നിലൂടെ ഒഴുകണമേ കർത്താവേ. Lord, cause the river to flow through me. ആത്മനദി എന്നിലൂടെ ഒഴുകണമേ കർത്താവേ. May that spirit river flow through me. പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മൾ വ്യാപരിക്കട്ടെ. May the power of the Holy Spirit watch അഭിഷേകം us. പ്രാപിച്ച ദൈവമക്കൾ ഇവിടെ ഉണ്ടെങ്കിൽ Anointed people of God, if you're here, നിങ്ങൾ അന്യഭാഷകളിൽ you സംസാരിക്കും. speak in unknown നിങ്ങൾ tongues. ദൈവത്തോട് സംസാരിക്കും. You speak to God. പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മൾ വ്യാപരിക്കട്ടെ. When the power of the Spirit works in നിങ്ങൾ ഒരു വ്യക്തി us, പോലും വെറും കൈയോടെ മടങ്ങി പോകരുത്. none of you should leave empty-handed. നിരാശപ്പെട്ട് മടങ്ങി Not പോകരുത്. in despair. അധൈര്യപ്പെട്ട് മടങ്ങി പോകരുത്. Not in discouraged. നിങ്ങൾ പ്രത്യാശയോടെ മടങ്ങി പോകുക. Return with hope. ഇതാ ഒരു ഉറവ പൊട്ടി പുറപ്പെട്ടിരിക്കുന്നു. Oh, a spring has broken ആ out. ഉറവ ഇവരിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. May the river flow through you. വിശ്വസിക്കുന്നവരുടെ ഉള്ളിലേക്ക് ആ ഉറവ കടന്നു വരികയാണ്. That river touches those who ഇന്ന് believe. രാത്രി ഹൃദയം തുറന്ന് നീ പറ, Tonight, open your heart and say, കർത്താവേ, ആ ഉറവ എന്നിലേക്ക് ഒഴുകണമേ Oh കർത്താവേ. Lord, make the river to flow through me. ആത്മനദിയിൽ എന്നെ കുളിപ്പിക്കണമേ കർത്താവേ. Immerse me in the water of ഒരു Spirit. പുതിയ അഭിഷേകം എനിക്ക് തരണമേ കർത്താവേ. Give me a new anointing, ഒരു Lord. പുതിയ ബലത്തോടെ നയിക്കണമേ കർത്താവേ. Send me off with a new strength, ഇന്ന് Lord. രാത്രി സമർപ്പിക്കുന്നെങ്കിൽ Tonight, if you would yield, കർത്താവ് നിന്നെ അഭിഷേകം God will anoint എല്ലാ you. ദൈവമക്കളെ ഏൽപ്പിച്ചു കൊടുത്തു. All people of God yield. ആഞ്ഞൊഴുകിടട്ടെ ആത്മനദി
കവിഞ്ഞൊഴുകിടട്ടെ കൃപയിൻ നദി, പാഞ്ഞൊഴുകിടട്ടെ ആത്മനദി, കവിഞ്ഞൊഴുകിടട്ടെ കൃപയിൻ നദി. കൊടും മുഴക്കത്തോടെ കാറ്റാ കൊടുങ്കാറ്റാ അഗ്നിയാഭിഷേകം ഇറങ്ങിടട്ടെ. കൊടും മുഴക്കത്തോടെ കാറ്റാ കൊടുങ്കാറ്റാ അഗ്നിയാഭിഷേകം ഇറങ്ങിടട്ടെ. പാഞ്ഞൊഴുകിടട്ടെ ആത്മനദി, കവിഞ്ഞൊഴുകിടട്ടെ കൃപയിൻ നദി, പാഞ്ഞൊഴുകിടട്ടെ ആത്മനദി, കവിഞ്ഞൊഴുകിടട്ടെ കൃപയിൻ നദി. കൊടും മുഴക്കത്തോടെ കാറ്റാ കൊടുങ്കാറ്റാ അഗ്നിയാഭിഷേകം ഇറങ്ങിടട്ടെ. അഗ്നിയാഭിഷേകം ഇറങ്ങിടട്ടെ. പാഞ്ഞൊഴുകിടട്ടെ ആത്മനദി, കവിഞ്ഞൊഴുകിടട്ടെ കൃപയിൻ നദി, 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 പാഞ്ഞൊഴുകിടട്ടെ ആത്മനദി, കവിഞ്ഞൊഴുകിടട്ടെ കൃപയിൻ നദി. Shabana kada basura hamdi bin al-tasiyali baliha